പരാജയമായി പോയ ഒരു ഹീറോയുടെ കഥ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ചു നടന്നിരുന്നെങ്കിൽ അവനൊരു നിത്യ ഹീറോ ആയിട്ട് മരിക്കാമായിരുന്നു. ഏലിയാവിനെ പോലെ, മോശയെപ്പോലെ സൂപ്പർ ഹീറോ ആയി ജീവിച്ച് സൂപ്പർ ഹീറോ ആയി മരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ആരാണ്? ശിംശോൻ. വിശ്വാസവീരനായി എബ്രായർ 11 പേര് ശിംശോൻ്റെ വന്നിട്ടുണ്ടെങ്കിലും അവൻ്റെ കഥ ഒരു ദുരന്തമായിപ്പോയി, ഒരു ട്രാജഡിയായിപ്പോയി. അവൻ സ്വർഗത്തിലെത്തിയോ? എത്തി. ലോത്ത് സ്വർഗത്തിലെത്തിയോ? ചിലർക്ക് സംശയമാണ്. സ്വർഗത്തിലെത്തി. കാരണം വേദപുസ്തകത്തിൽ പറയുകയാണ്, 2 പത്രോസ് 2:8 പറയുന്നു, നീതിമാനായ ലോത്ത്, കുറച്ചുകൂടെ പറഞ്ഞാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത് ഭൂമിയിൽ വലഞ്ഞു സ്വർഗത്തിലെത്തി. എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിയാൽ പോരാ. എന്നെ സൗഖ്യമാക്കിയത് കൊണ്ടല്ല ഞാൻ കർത്താവിനെ പിൻപറ്റുന്നത്. എനിക്ക് യാത്ര ചെയ്യാൻ ഒരു സുമോ വണ്ടി തന്നിരിക്കുന്നത് കൊണ്ടല്ല ഞാൻ കർത്താവിനെ പിൻപറ്റുന്നത്. എനിക്കൊരു നല്ല വീട്, ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു ഫ്ലാറ്റ് താമസിക്കാൻ തന്നിരിക്കുന്നത് കൊണ്ടല്ല ഞാൻ കർത്താവിനെ പിൻപറ്റുന്നത്. അവൻ എൻ്റെ രക്ഷകനാകിയാൽ, അവൻ്റെ ദൈവമാകിയാൽ ഞാൻ. അതുകൊണ്ട് ലോത്തിൻ്റെ ഒക്കെ ചോദിച്ചാൽ അവൻ സ്വർഗത്തിലെത്തി, പക്ഷെ ഭൂമിയിൽ വലഞ്ഞുപോയി. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൻ്റെ 12 അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. എന്തുകൊണ്ടാണ് ലോത്ത് വലഞ്ഞു പോയോന്നറിയാമോ? ലോത്തിൻ്റെ ഭാര്യയുടെയൊക്കെ ചോദിക്കാം, അമ്മാമ്മ എന്തുകൊണ്ടാണ് ഉപ്പ് തൂണായി പോയത്? അമ്മാമ്മ ഒരു പരമാർത്ഥം പറയും. ലോത്തിൻ്റെ 2 പെൺമക്കളും സാധാരണക്കാരും ചെയ്യാത്ത ഒരു മഹാപാപം ചെയ്തു. സ്വന്തം അപ്പനുമായിട്ട് ബന്ധപ്പെട്ടു. ആരും ചെയ്യാത്ത, മൃഗങ്ങൾ പോലും മാത്രം ചെയ്യുന്നതായിട്ടുള്ള, മനുഷ്യർക്കാർക്കും ചിന്തിക്കാനൊക്കാത്ത ഒരു മഹാപാപം ചെയ്തു. എന്തുകൊണ്ടാണ്? 2 പെൺമക്കളെടുക്ക് ചോദിച്ചാൽ അവരെല്ലാം പറയും, ഇതിന് ഉത്തരവാദി ഞങ്ങളല്ല, ഞങ്ങളുടെ അപ്പച്ചനാണ്. കാരണം വേദപുസ്തകം പറയുന്നു, സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. ഇംഗ്ലീഷും മലയാളവും കൂടെ ഒന്നിച്ച് വായിക്കാമെങ്കിൽ വേദപുസ്തകം കുറച്ചുകൂടെ സരളമായിട്ട് മനസ്സിലാക്കാനൊക്കും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്, he pitched his tent towards Sodom. സോദോം വരെ എന്നല്ല, സോദോമിലേക്ക് എന്ന് പറഞ്ഞാൽ കൂടാരം അടിച്ചപ്പോൾ കൂടാരത്തിൻ്റെ വാതിൽ സോദോമിലേക്കായിരുന്നു. നേരം വെളുത്തപ്പോൾ അവൻ്റെ കൂടാരം, അതിൻ്റെ ഫ്ലാപ്പ്, അതിൻ്റെ വാതിൽ, കൂടാരം ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, അതിൻ്റെ വാതിൽ തുറന്നു വെച്ചത് സോദോമിലേക്കായിരുന്നു. ലോത്തിൻ്റെ ഭാര്യ കണ്ടത് സോദോമിലെ പാപമായിരുന്നു. ലോത്തിൻ്റെ പെൺമക്കൾ കണ്ടത് സോദോമിലെ പാപമായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? അവരും കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പാപം ചെയ്തു. എൻ്റെ ശബ്ദം കേൾക്കുന്ന അപ്പച്ച, അമ്മച്ചി, നിൻ്റെ മക്കൾക്ക് പിഴയാകാനുള്ള സാഹചര്യം നീ തുറന്നു വെക്കരുത്. പല മക്കളുടെ അടുക്കലും ചോദിച്ചാൽ അവർ പറയും, ഞാൻ പിഴയായതിൻ്റെ കുറ്റം ഞാനല്ല, എൻ്റെ അപ്പച്ചനാണ്. കാരണം വീട്ടിൽ വരുന്ന മാസികകൾ അത്തരമായിരുന്നു. വീട്ടിൽ വെച്ചിരിക്കുന്ന ടെലിവിഷനകത്ത് ഞാൻ കാണുന്ന പ്രോഗ്രാം അങ്ങനെയായിരുന്നു. ചോദ്യം ചോദിക്കാൻ പോവുക, നിങ്ങളുടെ മക്കൾ ഏതൊക്കെ പ്രോഗ്രാമാണ് ടെലിവിഷനകത്ത് കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് പാപം ചെയ്യുവാൻ അവസരമുള്ള, ഞാൻ ചോദിക്കുകയാണ്, കമ്പ്യൂട്ടറുള്ള വീടുകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയൊക്കെയാണ് ഇൻ്റർനെറ്റിനകത്ത് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടായെങ്കിൽ ആ സാധനം എടുത്ത് ദൂരെ അറിയണം. ലോത്ത് സോദോമിലേക്ക് അവൻ്റെ വാതിൽ തുറന്നു വെച്ചതിനാൽ അവൻ്റെ ഭാര്യയും മക്കളും, ലോത്ത് രക്ഷപ്പെട്ടു, പക്ഷേ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടു. ലോത്ത് വലഞ്ഞു. 13 വാക്യം, സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. 2 പത്രോസ് 2:6 സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമപ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ. അപ്പം നിങ്ങളുടെ മക്കൾക്ക് കാണാനും കേൾക്കാനുമുള്ള സാഹചര്യം, ചീത്ത മാസിക, ചീത്ത TV പ്രോഗ്രാം, ചീത്ത കമ്പ്യൂട്ടറിനകത്ത് ഇൻ്റർനെറ്റിന് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട്, പണ്ട് ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇപ്പോൾ പറയാനുള്ള ധൈര്യം എനിക്കില്ല, കാരണം അതില്ലാത്ത വീടുകളൊന്നുമില്ലെന്നായി. പണ്ട് ഞാനിങ്ങനെ പറയുമായിരുന്നു, കേബിൾ TV ഉള്ള വീട്ടുകാരും തങ്ങളുടെ മക്കളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്ക വരരുത്.
കാരണം മക്കൾ പിഴയായി പോകാനുള്ള സാഹചര്യം നിങ്ങളാണ് ഒരുക്കി കൊടുക്കുന്നത്. ഇന്നും അത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കേബിൾ TV ഇല്ലാത്ത വീടുകൾ ഏതാണ്? നിങ്ങളുടെ മക്കൾ എന്ത് കാണുന്നു എന്ന് ഉറപ്പ് നിങ്ങൾക്ക് വരുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ പെട്ടിയെടുത്ത് പൊട്ടിച്ചു കളയുകയാണ് നല്ലത്. ലോത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അനുഗ്രഹമായി മാറാമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്ക് ജന്മം കൊടുക്കാമായിരുന്നു. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ മാത്രമായിരിക്കരുത്, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ തലമുറകളായിരിക്കണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, എൻ്റെയും എൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കണമേ. ഞാൻ എൻ്റെ മക്കൾ, അവരുടെ മക്കൾ 3 തലമുറകൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മറക്കരുത്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവന് വേണമെങ്കിൽ നല്ല ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു, ജന്മം കൊടുക്കാമായിരുന്നു. ശിംശോനും ശ്രദ്ധിച്ച് ചുവടുകൾ വെച്ചിരുന്നെങ്കിൽ പഴയ നിയമകാലത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠന്മായ 10 പേരിൽ ഒരാളായി അവന് മാറാമായിരുന്നു. കാരണം അവൻ ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നു. ശ്രദ്ധിച്ചാട്, ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ജനിച്ചു. ആദാമിനെ ദൈവം ജനിപ്പിച്ചു, നോഹ ജനിച്ചു, അബ്രഹാം ജനിച്ചു, ഇസ്ഹാക്ക് ജനിച്ചു. എന്നാൽ ആദാമിനെ പോലെ തന്നെ ഈ മനുഷ്യനും ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നു. മോശയെപ്പോലെ, പൗലോസിനെ പോലെ, ഏലിയാവിനെ പോലെ അവനൊരു മഹാനായി മരിക്കാമായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ദൂതൻ ആ സ്ത്രീയോട്, അവിടെ മച്ചിയായ ഒരു സ്ത്രീയോട്, ഒത്തിരി വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഇച്ചിരി വേഗത്തിൽ പോവുകയാണ്. അവിടെ മനോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ മച്ചിയായിരുന്നു, അതുകൊണ്ട് അവന് മക്കളില്ലായിരുന്നു. ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതൻ അവളുടെ അടുക്കൽ വന്ന് 5-ാമത്തെ വാക്യം പറഞ്ഞു, ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും, അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ദൂതൻ ഈ സ്ത്രീയുടെ അടുക്കൽ എന്തുകൊണ്ട് വന്നു? എന്തുകൊണ്ടാണ് പുരുഷനിലേക്ക് പോകാഞ്ഞത്? വാസ്തവത്തിൽ ദൈവദൂതൻ പോകേണ്ടുന്നത് വീട്ടുകാരൻ്റെ അടുക്കലായിരുന്നു. എന്നാൽ ഇവിടെ വന്നത് സ്ത്രീ അടുക്കൽ. എന്തുകൊണ്ടാണ്? കാരണം ആരാണോ കണ്ണുനീരൊഴുക്കിയത് അവളുടെ അടുക്കലാണ് ദൈവദൂതൻ വന്നത്. പാസ്റ്ററാണോ എന്നല്ല നോക്കുന്നത്, അപ്പോസ്തോലനാണോ എന്നല്ല നോക്കുന്നത്, വേദപുസ്തകം എത്ര വാക്യങ്ങൾ അറിയാമെന്നല്ല ദൈവം നോക്കുന്നത്. ആരാണോ കരയുന്നത്, ആരാണോ കണ്ണുനീരൊഴുക്കുന്നത്, ആരാണോ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത്, അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ദൈവം ഇറങ്ങി വരുന്നു, ദൈവദൂതൻ ഇറങ്ങി വരുന്നു. അതുകൊണ്ട് കരയുന്നതായിട്ടുള്ള ആ സ്ത്രീയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, പറഞ്ഞു മനസ്സിലായോ? ഞാനൊരു പുരുഷനെ, ഒരു പുരുഷ സന്തതിയെ നിൻ്റെ വയറിനകത്ത് പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ രക്ഷിപ്പാൻ തുടങ്ങും. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവത്തിന് അവനെപ്പറ്റിയൊരു സ്വപ്നമുണ്ടായിരുന്നു. അവൻ ദൈവത്തിൻ്റെ സ്വപ്നമായിരിക്കുന്നു. ഗർഭം ധരിക്കുന്നതിന് മുമ്പ് വേറെ ആരെപ്പറ്റി, അബ്രഹാമിനെ പറ്റി പറയുവാൻ സാധ്യമല്ല, ഇസ്ഹാക്കിനെ പറ്റി പറയുവാൻ സാധ്യമല്ല, യാക്കോബിനെ പറ്റി പറയുവാൻ സാധ്യമല്ല. എന്നാൽ ഈ മനുഷ്യനെപ്പറ്റി ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നിട്ടും അവനൊരു പരാജയമായിപ്പോയി. അവൻ ദൈവത്തിൻ്റെ സ്വന്തം വകയായിരുന്നു, നാസീറായിരുന്നു. ആരാണ് നാസീർ? അവന് മുന്തിരി തിന്നാൻ പാടില്ല, പച്ചമുന്തിരി തിന്നാക്കാൻ പാടില്ല, ഉണക്കമുന്തിരി തിന്നാൻ പാടില്ല, പഴുത്ത മുന്തിരി തിന്നാൻ പാടില്ല. മാത്രമല്ല മുന്തിരിച്ചാറ് കുടിക്കാൻ അവന് അവകാശമില്ല, വിനാഗിരി കുടിക്കുവാൻ അവന് അവകാശമില്ല. അപ്പൻ ചത്താലും ശവത്തിൽ തൊടാൻ പാടില്ല, അപ്പൻ അമ്മ ആര് മരിച്ചാലും ശവത്തിൽ തൊടാൻ പാടില്ല. അവൻ നാസീറായിരിക്കണം, അവൻ വേർതിരിക്കപ്പെട്ടവനായിരിക്കണം. 7-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ദൂതൻ മനോഹയുടെ ഭാര്യയോട് പറഞ്ഞു, നീ മച്ചിയായിരുന്നു, ഇനി മച്ചിയായിരിക്കുകയില്ല, കാരണം ദൈവം അയച്ചിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. എങ്ങനെയാണ് അവിടെ സ്ഥിതിക്ക് വ്യത്യാസം വന്നത്? ദിനകരൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല, PG വർഗീസ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല. എങ്ങനെയാണ് അവളുടെ സ്ഥിതിക്ക് വ്യത്യാസം വന്നത്? ദൈവത്തിൻ്റെ ദൂതൻ അവളുടെ അടുക്കൽ വന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയും നിലയ്ക്ക് വ്യത്യാസം വരണമെങ്കിൽ PG വർഗീസ് വീട്ടിൽ വന്നാൽ പോരാ. എനിക്ക് വലിയ ഇഷ്ടം ആളുകളുടെ വീട്ടിൽ പോകുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ വന്നതുകൊണ്ട് നിനക്ക് നന്മയുണ്ടാകണമെന്നില്ല. എന്നാൽ ദൈവം നിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ദൂതൻ നിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ നീ എൻ്റെ വീട്ടിലെ സ്ഥിരം വാസക്കാരനായിരിക്കണമേ, വന്നിട്ട് പോകുകയല്ല, നീ എൻ്റെ വീട്ടിൽ താമസിക്കണമേ. എന്നിട്ട് പറഞ്ഞു, നീ ഇനി മച്ചിയായിരിക്കില്ല, കാരണം ഞാൻ നിന്നെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം വന്നാൽ, ദൈവം സന്ദർശിച്ചാൽ
നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും. ദൈവദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമാകിയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിൻ്റെ നസീരായിരിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ജീവപര്യന്തം, അടിവരയിടാം. ജീവപര്യന്തം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഈ മനുഷ്യൻ ജീവപര്യന്തം ദൈവത്തിന് പ്രയോജനപ്പെട്ട ഒരായുധമായിരിക്കണം. പക്ഷേ അവൻ ശ്രദ്ധിച്ചു നടക്കാതിരുന്നാൽ ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോകുന്നത് പോലെ ശിംശോൻ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർത്ത് കളഞ്ഞു. അവൻ്റെ അമ്മയപ്പന്മാരെ നോക്കാം. അവൻ്റെ അപ്പൻ്റെ പേര് മനോഹ. മനോഹ എന്ന് പറഞ്ഞാൽ എ റെസ്റ്റ്, വിശ്രമം, പ്രസൻറ്റ്, ഒരു സമ്മാനം. ഏകദേശം 10, 25, 83 മുതൽ ഞാൻ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ മക്കൾക്ക് പേരിടുമ്പം ചുമ്മാതെ കേൾക്കാൻ കൊള്ളാവുന്ന കിണി കിണി എന്നുള്ള ശബ്ദമുള്ള പേരൊന്നും അല്ല ഇടേണ്ടിയെ. ചില പേരെങ്ങനെ, എന്തുവാ പേര്? ഡുഡു, പിന്നെ വേറൊന്നിൻ്റെയോ ടിട്ട് കിട്ടു, പിന്നെ വേറൊന്നിൻ്റെയോ മുട്ടു, പിന്നെ വേറൊന്നിൻ്റെയോ. നല്ല പേരിടണം. വർഗീസ് എന്ന് പോലെ പറയുന്ന പോലൊക്കെ നല്ല പേരുകൾ ഇടണം. വേറെ ഒരു നല്ല പേരും കണ്ടില്ലെങ്കിൽ വർഗീസ് ഇടുക. വർഗീസ് നല്ല പേരാണ്. വർഗീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കർഷകൻ എന്നാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. കർഷകന് സ്വപ്നമുണ്ട്, നാളെ പറ്റിയൊരു സ്വപ്നമുണ്ട്. കർഷകൻ ഒരു കഠിനാധ്വാനിയാണ്. അപ്പം നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു പേരിടണം. ഈ മനോഹയുടെ പേര് പോലെ ഈ മനുഷ്യൻ നല്ലവനായിരുന്നു. 8 ഗുണങ്ങൾ ഞാൻ പറയാം, വേഗത്തിൽ എഴുതിയെടുക്കാം. 1, അവൻ്റെ മച്ചിയായ ഭാര്യയെ ഉപേക്ഷിച്ചില്ല. ഭാര്യയ്ക്കാ കുഴപ്പം. വേദവസ്തു എഴുതിയിരിക്കുന്നു, അവനല്ലായിരുന്നു കുഴപ്പം, അവൻ്റെ ഭാര്യയ്ക്കായിരുന്നു. എന്നിട്ടും അവിടെയൊക്കെ പറഞ്ഞില്ല, നീ നിൻ്റെ വീട്ടിൽ പോയിക്കോടി, ഞാൻ വേറൊരുത്തിയെ കെട്ടാൻ പോവാ. ചിലപ്പോൾ ഈ മനുഷ്യൻ തിരുവനന്തപുരത്തുകാരനായിരുന്നിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരനായിരുന്നിരിക്കണം. ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നെങ്കിൽ പറഞ്ഞേ, പോടി ഇതിൻ്റെ പോക്കിന്, എനിക്ക് വേറൊരു നല്ല ഗൾഫുകാരിയുടെ സുന്ദരിയായ കണ്ണൊക്കെ ഒന്ന് കാണാടി, നീ എൻ്റെ പോക്കിന് പോ എന്ന് പറഞ്ഞില്ല. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, അച്ചായ കല്യാണം കഴിച്ചെങ്കിൽ ജീവിത പര്യന്തം കൊണ്ടു നടക്കണം കേട്ടോ. ഭർത്താവ് അടുക്കലിരിപ്പുണ്ടെങ്കിൽ പറ, അച്ചായനോട് പറയുന്നത് കേട്ടാട്ടെ. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, ഇവിടെ വെച്ച് എന്തായാലും അടിക്കത്തില്ല, വീട്ടിൽ ചെന്നിട്ടെല്ലാം അടിക്കത്തുള്ളൂ, എപ്പോൾ കൊണ്ട് പറഞ്ഞാട്ടെ. ആ മനുഷ്യൻ നല്ല മനുഷ്യനായിരുന്നു. മച്ചിയായ ഭാര്യയെ ഉപേക്ഷിച്ചില്ല, സ്നേഹം കൊടുത്തു. വിശദീകരിക്കാൻ നേരമില്ല. 2, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 8ാമത്തെ വാക്യം. ഞാൻ ഒരു ചോദ്യം ചോദിക്കൂ, അച്ചായ പ്രാർത്ഥിക്കാൻ അറിയാമോ? കേരളത്തിലുള്ള 75% പുരുഷന്മാർക്കും പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ. ആഹാരത്തിന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അമ്മയ്ക്ക് സോക്കേടായ, കർത്താവേ എൻ്റെ അമ്മയെ സുഖമാക്കണേ, തീർന്നു. പ്രാർത്ഥിക്കാൻ പഠിക്കണം. 3, ദൈവപുരുഷന് വീണ്ടും വരാനായിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എത്രാമത്തെ വാക്യം? 8ാമത്തെ വാക്യം. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ദൈവപുരുഷൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവൾ പറഞ്ഞു, കർത്താവേ ആ ദൈവപുരുഷൻ വീണ്ടും വരട്ടെ. വീണ്ടും. അവൻ ഉറപ്പുണ്ടായിരുന്നു, ദൈവം ഒരിക്കൽ ചെയ്തത് വീണ്ടും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവം ഒരിക്കൽ ചെയ്തത് എനിക്ക് വേണ്ടി വീണ്ടും ചെയ്യും. ദൈവം ഒരാൾക്ക് വേണ്ടി ചെയ്തത് എനിക്ക് വേണ്ടി വീണ്ടും ചെയ്യും. ദൈവം വീണ്ടും പ്രവർത്തിക്കുന്നവനാണെന്നൊരു വിശ്വാസം. 4, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ആ മനുഷ്യൻ വന്നിട്ട് എനിക്കൊരു ആൺകൊച്ചുണ്ടായി കഴിയുമ്പോൾ ആൺകൊച്ചിനെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിക്കണമേ. 8ാമത്തെ വാക്യം. അവൻ്റെ ആഗ്രഹം അതായിരുന്നു, കർത്താവേ എൻ്റെ കൊച്ചൊരു ആൺകൊച്ചുണ്ടായി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ MBBS അഡ്മിഷൻ കിട്ടണമേ. അതായിരുന്നില്ല അവൻ്റെ ആഗ്രഹം. നല്ലതാണ് ആഗ്രഹം. MBBS ആയിത്തീരണം, ഡോക്ടറായിത്തീരണം, കമ്പ്യൂട്ടർ ടെക്നീഷ്യനായി തീരണം, അമേരിക്കയിൽ. നല്ലതാണ്, മക്കൾക്ക് വേണ്ടി നല്ല സ്വപ്നം. പക്ഷേ അവൻ്റെ ആഗ്രഹം, കർത്താവേ എൻ്റെ കൊച്ചനെ എങ്ങനെ വളർത്തണമെന്ന് നീ പഠിപ്പിക്കണമേ. നല്ല ഒരു പ്രാർത്ഥന. അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നാം വളർന്നു വന്ന സാഹചര്യത്തിലല്ല നമ്മുടെ മക്കൾ. അവരുടെ മുമ്പാകെ ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ചീത്തയാകാനുള്ള മാർഗം, കള്ള് ഷാപ്പ്, ബിയർ ബാർ, ഐസ്ക്രീം ബാർ എല്ലാം അവരെ മാടി വിളിക്കുന്ന സമയത്ത് എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്ന് നീ എന്നെ ഒന്ന് പഠിപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ, കർത്താവേ എന്നെ പഠിപ്പിക്കണമേ. നല്ല മനുഷ്യനായിരുന്നു. 11ാമത്തെ വാക്യം. ഈ ഭാര്യ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ചായ മുമ്പേ എനിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ ദൂതൻ അതാ അവിടെ വന്നിരിക്കുന്നു. ഈ മനുഷ്യൻ ഭാര്യയുടെ പുറകെ പോയി. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എൻ്റെ നാട്ടുകാരനായിരുന്നിരിക്കത്തില്ല.
കാരണം എൻ്റെ നാട്ടുകാരനായിരുന്നെങ്കിൽ പെമ്പിളയുടെ പുറകെ പോകത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭാര്യമാർ പുറകെയും അച്ചായന്മാർ മുമ്പെയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ പറഞ്ഞു, വർഗീസേ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് നിൻ്റെ ഭാര്യ നിന്നെ കൊണ്ടുപോയാൽ നീ പോകുന്നത് മിടുക്കാണ്. ഭർത്താവ് അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒന്ന് തട്ടിയിട്ട് പറയുന്നേ കേട്ടോ, അച്ചായനോടാ പറയുന്നേ, വിളിച്ചാൽ പ്രാർത്ഥനയ്ക്ക് വരണം. ഈ മനുഷ്യൻ ഭാര്യയോടൊപ്പം ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി. 11-ാമത്തെ വാക്യം, അവൻ ദൈവപുരുഷൻ്റെ അടുക്കൽ ചെന്നു. അവൻ്റെ യാത്ര പകുതിക്ക് വെച്ച് നിർത്തിയില്ല. അവൻ എന്തുദ്ദേശിച്ച് യാത്ര തുടങ്ങിയോ അവിടേക്ക് പോയി. 7-ാമത്തെ വാക്യം, അവിടെ ചെന്ന് കഴിഞ്ഞുടനെ സംശയിച്ചില്ല. എവളെന്തിനാ ഈ ഉപദേശിയെ കൂടെ കാണാൻ വരുന്ന ഭാര്യയെ വിശ്വസിച്ചു. ഒരു ചോദ്യം ചോദിക്കാൻ പോവാ, ഭാര്യയെ സംശയിക്കുന്ന സോക്കേട് നിങ്ങൾക്കുണ്ടോ? തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ പോവാ, ഭർത്താവിനെ സംശയിക്കുന്ന രോഗം നിങ്ങൾക്കുണ്ടോ? ഈ മനുഷ്യനില്ലായിരുന്നു. വിശ്വസിക്കുന്നതാണ് ഏറ്റവും സമാധാനത്തിൻ്റെ ഒരു വലിയ രഹസ്യം. വിശ്വസിക്കുക. ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, സംശയിക്കത്തക്ക സാഹചര്യം കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ട് പറയരുത്, PG വർഗീസ് പറഞ്ഞേ കേട്ടില്ലായിരുന്നു, എന്നെ സംശയിക്കരുത്, ഇയാളെന്തിനാ എന്നെ സംശയിക്കുന്നത് എന്ന് പറയരുത്. സംശയിക്കരുത്, സംശയിക്കത്തക്ക കാരണങ്ങളും ഉണ്ടാക്കരുത്. 8-ാമത്തെ കാര്യം, 15-ാമത്തെ വാക്യം, ദൈവദൂതനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, നിനക്കൊരാങ്കൊച്ചുണ്ടാകും. അവൻ ഉടനെ പറഞ്ഞു, ഒരാട്ടിൻകുട്ടിയെ ഞാൻ തരട്ടെ. ദൈവത്തിന് കൊടുക്കാനുള്ള ഒരാഗ്രഹം. 8 ഗുണങ്ങൾ. വെറുതെ അനുഗ്രഹം വാങ്ങിക്കുകയല്ല. എൻ്റെ കയ്യിൽ ഒരാൾ പറഞ്ഞു, സുറിയാനി ക്രിസ്ത്യാനികൾക്ക്, തിരുവനന്തപുരത്ത് സുറിയാനി ക്രിസ്ത്യാനികൾ കുറച്ച് പേരേ ഉള്ളൂ, തിരുവല്ലായിലോട്ടൊക്കെ ചെന്നാലൊക്കെ എല്ലാ സുറിയാനി ക്രിസ്ത്യാനികളാണ്. അവർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്, കിണ്ടിയുടെ കൂട്ടാണ് വെള്ളം. ഞങ്ങളൊക്കെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പം കിണ്ടിക്കാത്ത വെള്ളം തരുന്നത്. അതുപോലെ സുറിയാനി ക്രിസ്ത്യാനി വാങ്ങിക്കുന്ന വാ വലുതും കൊടുക്കുന്ന വാ ഇച്ചിരി. തപ്പുന്നത് കാണാൻ ചേട്ടൻ പോക്കറ്റിനകത്ത് സ്വോത്രകാഴ്ച എടുക്കാൻ വരുമ്പം തപ്പുക. ഈ മനുഷ്യൻ ഒരു ആട്ടിൻകുട്ടിയെ മുഴുവൻ, ആട്ടിൻകുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയാടെന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ, എ ലാമ്പ് എന്ന് പറഞ്ഞാൽ തടുപ്പിച്ച വണ്ണമുള്ള പ്രസവിക്കാത്ത ഒരാടെന്നർത്ഥം. ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ആഹാരം കഴിക്കാൻ കൊടുത്തത് ധാരാളമായിട്ടായിരുന്നു. ദൈവത്തിന് കൊടുക്കുമ്പോൾ അളവ് നോക്കാതെ കൊടുക്കാമെങ്കിൽ പ്രസംഗിച്ചു പോകാൻ കൊള്ളാവുന്നൊരു വിഷയമാണ്, സമയമില്ല. ഈ അമ്മയെ നമുക്ക് നോക്കാം. അപ്പൻ 8 ഗുണം നമ്മൾ കണ്ടു, അമ്മയ്ക്ക് 5 ഗുണങ്ങൾ, 4-5 വാക്യങ്ങൾ. ഹല്ലേലൂയ. ജീവിതം വിശുദ്ധിയുള്ളതായി സൂക്ഷിക്കുവാൻ അവൾ തയ്യാറായിരുന്നു. ദൈവദൂതൻ അവളുടെ പറഞ്ഞു, നെയ് മുന്തിരിങ്ങ തിന്നാൻ പാടില്ല, ഉണക്കമുന്തിരിങ്ങ തിന്നാൻ പാടില്ല, വീഞ്ഞു കുടിക്കാൻ പാടില്ല. വേണമെങ്കിൽ അവൾ ചോദിക്കാം, എടാ ഞങ്ങളുടെ നാട്ടിൽ മുന്തിരിങ്ങ തിന്നാതെ ജീവിക്കാനൊക്കത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പകരം എവിടെയെങ്കിലും ചെന്നാൽ വീഞ്ഞാണ് കുടിക്കാൻ തരുന്നത്, അത് കുടിക്കാതെ ജീവിച്ചിരും ഇല്ല. ദൈവം പറഞ്ഞതനുസരിക്കാൻ അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അനുഗ്രഹം പ്രാപിക്കണമോ? ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുക. ആ ടെലിവിഷൻ പ്രോഗ്രാം കാണരുതെന്ന് പറഞ്ഞാൽ കാണരുത്. ആ ബ്ലൗസിന് ഇടണ്ട, കുറച്ചുകൂടെ ഇറക്കമുള്ള ബ്ലൗസ് മതിയെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞാൽ ചെയ്യണം. വെള്ളസാരി മതിയെന്ന് ദൈവം പറഞ്ഞു, ഞാൻ വെള്ളയ്ക്കും പുള്ളിക്കും എതിരല്ല, ദൈവം പറഞ്ഞാൽ അനുസരിക്കുക. അവൾ വാദിക്കാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 2, ഹല്ലേലൂയ, ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് അഹങ്കാരമില്ലായിരുന്നു. അവൾ എന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ചായൻ ഇത്രയും നാളായിട്ട് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടോ? എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഈ പുഴുവായ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, തന്നെ എന്തിനു കൊള്ളാമടോ? സഹോദരന്മാർ ചിരിക്കുന്നു കേട്ടോ. ചില സഹോദരിമാർ അങ്ങനെ ആയിരിക്കും, ഇവിടെ അല്ല, അങ്ങ് ദൂരെ. ആത്മീകമായിട്ടുള്ള അനുഗ്രഹത്തിൽ അവൾ അഹങ്കരിച്ചില്ല. ശ്രദ്ധിക്കുക, നിന്റെ അനുഗ്രഹത്തിൽ അഹങ്കരിക്കരുത്. ചിലപ്പോൾ ദിനകരൻ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമാകാത്ത ഒരു വ്യക്തി നീ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായെന്ന് വരാം. വലിയ കൃപയുള്ള ദൈവദാസന്മാരെല്ലാവരും പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമാക്കാത്ത ഒരു ഭ്രാന്തൻ നീ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായെന്ന് വരാം. നിന്റെ ഭർത്താവിനില്ലാത്ത ചില കൃപാവരം നിനക്ക് തന്നെന്ന് വരാം. പക്ഷെ അഹങ്കരിക്കരുത്. ഭർത്താവിനെ അവൾക്ക് പുച്ഛമായിരുന്നില്ല.
6-10 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ രഹസ്യമായി സൂക്ഷിച്ചില്ല, ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു. അടുത്ത ഉപദേശം ആ സ്ത്രീയിൽ നിന്ന് പഠിക്കാം. അവൾക്ക് രഹസ്യങ്ങളില്ലായിരുന്നു, സകലതും ഭർത്താവുമായിട്ട് പങ്കുവച്ചു. അനുഗ്രഹത്തിനും സമാധാനത്തിനും ഒരു വലിയ സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ് ദെയർ ബി നോ സീക്രട്ട്. ലെറ്റ് യുവർ ലൈഫ് ബി an exposed transparent life between you and your spouse. നീയും നിൻ്റെ ഇണയുമായിട്ട് ഒരു തുറന്ന ജീവിതമായിരിക്കട്ടെ, ഒളിവില്ലാത്ത, ഒളിച്ചുകളിയില്ലാത്ത ഒരു ജീവിതമായിരിക്കട്ടെ. ഹല്ലേലൂയ. അവൾ ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു. അപ്പച്ചനോടല്ല പറഞ്ഞേ, അമ്മച്ചിയോടല്ല പറഞ്ഞത്. പറയുന്നത് കേട്ടാട്ടെ. അനുഗ്രഹത്തിൻ്റെ ചില തത്വങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇനിയും നിൻ്റെ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇനി നിൻ്റെ രഹസ്യങ്ങൾ പറയേണ്ടത് നിൻ്റെ അപ്പച്ചനോടല്ല, അമ്മച്ചിയോടല്ല, പെങ്ങന്മാരോടല്ല, ആങ്ങളമാരോടല്ല, ഭർത്താവിനോട്. ഭാര്യ അടുത്തിരിപ്പുണ്ടെങ്കിൽ പറഞ്ഞു, എന്നോടാടി പറയുന്നേ കേട്ടാട്ടെ. അച്ചായനോടും പറയുകയാണ്, ഭർത്താവിനോട്, ഭാര്യയോട് നിങ്ങൾ തമ്മിലായിരിക്കട്ടെ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയുന്നത്. 4-ാമത്തെ കാര്യം, 20-ാമത്തെ വാക്യം. അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടി കയറിപ്പോയി മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. രണ്ടുപേരും ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. 4, അവർ രണ്ടുപേരും സാഷ്ടാംഗം വീണ് ആരാധിച്ചു, കുമ്പിട്ട് നമസ്കരിച്ചു. വേദപുസ്തകത്തിൽ എഴുതിയിരുന്ന പ്രാർത്ഥനയല്ല, ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൽ എഴുതിയിരുന്ന പ്രാർത്ഥനയല്ല, അവരുടെ ഹൃദയത്തിൽ നിന്നും ഒരു പ്രാർത്ഥന ഉയർന്നു. നിങ്ങൾ എൻ്റെ ചോദിച്ചേക്കാം, വർഗീസ് ബ്രദറെ, പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്നൊരു പ്രാർത്ഥന വായിച്ചാൽ അത് പാപമാണോ? അല്ല. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥന വായിച്ച് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥന വായിച്ചു എന്ന് വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നിൻ്റെ ഹൃദയത്തിൽ നിന്നും ഉയരുന്നതായിരിക്കണം. അവർ മുട്ടുകുത്തി ആരാധിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എത്ര നാളായി നീ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചിട്ട്? എത്ര നാളായി നീ മതിമറന്നൊന്ന് ആരാധിച്ചിട്ട്? ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര നാളായി നീ കുമ്പിട്ട് വീണ് ഒന്ന് ആരാധിച്ചിട്ട്? വീട്ടിലാരും ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വിജയരാജിൻ്റെ നല്ല പാട്ടുകളുണ്ട്. യഹോവ റാഫ, യഹോവ ഈരെ, യേശു എൻ്റെ ജയക്കൊടി. ആ ടേപ്പൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ കാലിൽ ചിലങ്കയൊക്കെ കെട്ടി ഞാൻ ആരും കാണാനില്ല, എൻ്റെ ഭാര്യയില്ല, മക്കളില്ല, വേലക്കാരിയില്ല, ആരുമില്ല, ഞാൻ ദൈവത്തെ ആരാധിക്കും. എന്നിട്ട് ഞാൻ പലപ്പോഴും കവണ്ണ് വീണ് കിടന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കും. നിങ്ങളൊരു ആരാധകനായിട്ട് മാറണം. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പേ, നിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരാരാധന ഉയരട്ടെ. 5-ാമത്തെ ഏറ്റവും നല്ല ഗുണം, ഭർത്താവ് ഈ ദൈവദൂതൻ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ ഇത് ദൈവമായിരുന്നു, നമ്മൾ ചത്തുപോകും. ആ മനുഷ്യൻ പേടിച്ചു പോയി. ആ ഭാര്യ എന്ത് പറഞ്ഞു? അയ്യോടാ, ഇതുപോലത്തെ ഒരു പേടിത്തൊണ്ടനെയാണല്ലോ ദൈവം എനിക്ക് തന്നെ. എൻ്റെ ദൈവമേ, ഇതിനേക്കാൾ നല്ലത് നീ എന്നെ അങ്ങ് കടലിൽ കെട്ടിത്താക്കുന്നതല്ലായിരുന്നു എന്ന് പറഞ്ഞില്ല. അവൾ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. അടുത്ത ഉപദേശം, 5-ാമത്തെ ഗുണം, പേടിച്ചിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന നിൻ്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നവളായി മാറുക. ഭയപ്പെട്ടിരിക്കുന്ന നിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുന്നവനായി മാറുക. ചിലപ്പോൾ ഭർത്താവ് ഭയന്ന് വരാം, ചിലപ്പോൾ ഭാര്യ ഭയന്നു എന്ന് വരാം, ചിലപ്പോൾ മക്കൾ ഭയപ്പെട്ടു പോയെന്ന് വരാം, ചിലപ്പോൾ അപ്പനും അമ്മയും ഭയപ്പെട്ടു പോയി എന്ന് വരാം. ആ സമയത്ത് നിൻ്റെ ജോലിയാണ്, അച്ചായ, അമ്മാമ്മേ, മോളെ, മോനെ, കുഞ്ഞെ, എന്ത് വേണേലും വിളിക്കാം, നിൻ്റെ ജോലിയാണ് ആരാണോ ഭയപ്പെട്ടിരിക്കുന്നത് അവനെ ആശ്വസിപ്പിക്കുക. ഈ അമ്മയപ്പനും കൂടെ മോന് ഒരു നല്ല പേരിട്ടു, ഷിംഷോൻ. നിങ്ങളൊരു നല്ല പേരുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിനും നല്ല അർത്ഥമുള്ള ഒരു പേര് ഇടുകയാണ്, ഷിംഷോൻ. സാംസൺ, സൂര്യനെ പോലെയുള്ളവൻ, സൺഷൈൻ എന്നൊക്കെ അർത്ഥം. അവന് നല്ല ഒരു ഡിഗ്രി ഇവിടെ പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 25, 24, 25 വേദോസ്തവം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ എടുത്തൊന്ന് ഉയർത്തിപ്പിടിച്ച്, വേദോസ്തവം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ, ഇല്ലാത്തവർക്ക് അയ്യോ കഷ്ടം. ഈ വേദോസ്തവം ഒന്ന് ഉയർത്തി, ഈ വേദോസ്തവത്തിനായിട്ട് സ്തോത്രം എന്നൊന്ന് പറഞ്ഞ്, സ്തോത്രം ഉറക്കെ പറഞ്ഞ് സ്തോത്രം. 13-ാം അധ്യായം 24, 25.
അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ ഡിഗ്രികൾ പറയുകയാണ്. എന്താണ്? അവൻ വളർന്നപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. MBBS കിട്ടുന്നതാണോ വലിയ അനുഗ്രഹം? അല്ല. എഞ്ചിനീയർ ആവുന്നതാണോ വലിയ അനുഗ്രഹം? അല്ല. ഏതാണ് അനുഗ്രഹം? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് അനുഗ്രഹം. അതുകൊണ്ട് എൻ്റെ കൂടപ്പിറപ്പേ, നിൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ മാർഗത്തിൽ അവരെ നടത്തണം. നീ വേദപുസ്തകം വായിക്കാതെ നിൻ്റെ മക്കളെങ്ങനെ വേദപുസ്തകം വായിക്കും? നീ ഭാര്യയുടെ ചെവിക്കന്നത്ത് അടിച്ചും വെച്ച് മക്കളെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ കാര്യം സാധിക്കും? ഒരിടത്തൊരു ആങ്ങളെയും പെങ്ങളും കൂടെ അടിയോടടി, 13 വയസ്സുള്ള ആങ്ങളെയും 15 വയസ്സുള്ള പെങ്ങളും കൂടെ തലമുടിക്ക് പിടിക്കുന്നു, അടിക്കുന്നു, തെള്ളുന്നു. ഇത് കണ്ട അമ്മ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞ്, എൻ്റെ മക്കളെ നിങ്ങൾ വഴക്കുണ്ടാക്കാടാ, മുടിയോമാരെ വഴക്കുണ്ടാക്കാതടാ. ആ പെങ്ങൾ തിരിഞ്ഞു വെച്ച് ചോദിച്ചു, എന്താ ഈ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും മാത്രമേ വഴക്കുണ്ടാക്കാവൂ, ഞങ്ങൾക്കൊന്നും വഴക്കുണ്ടാക്കരുതോ? നിങ്ങളുടെ വീട്ടിലെ കഥയല്ല പറഞ്ഞ്, എവിടെയോ ഒരു നാടകത്തിലെ കഥ അങ്ങ് ഓർത്തുപോയതാണ്. നീയും നിൻ്റെ ഭാര്യയും കൂടി വഴക്കുണ്ടാക്കിയാൽ, നീയും നിൻ്റെ ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കിയാൽ നിൻ്റെ മക്കൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ദൈവം അവനെ അനുഗ്രഹിച്ചു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തയോലിനും മധ്യയുള്ള മഹാനേദാനിൽ വെച്ച യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഇളക്കി തുടങ്ങി. The Holy Spirit began to move him at times. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഇളക്കി തുടങ്ങി വല്ലപ്പോഴുമൊക്കെ. ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്നാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഇളക്കിയേ? അങ്ങനെയൊന്നും ഇല്ല ബ്രദറെ. പിന്നെ മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരു അടികൂടി കൂടുമ്പോൾ ഞാൻ ഇരുന്നുണ്ടെങ്കിൽ ചിരിച്ചു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഇളക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മക്കളെ ഇളക്കട്ടെ. ഒരു ചോദ്യം ചോദിക്കാൻ പോവുക, നിങ്ങൾ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചതാണോ? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുക, നിങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചാണോ? അതിനെപ്പറ്റി വറിയുണ്ടോ? മോക്ക് MBBSന് അഡ്മിഷൻ കിട്ടാനായിട്ട് 5 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോള് രക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. മോൻ എഞ്ചിനീയറിംഗ് പാസ്സാകാനും പ്രാർത്ഥിച്ചു. മോൻ്റെ ദൈവവൈതലായി തീരാൻ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? ദൈവത്തിന് ഇനി പറയണം, വല്ലപ്പോഴും കാത്തിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇളക്കാനായിട്ട് കാത്തിരിക്കണം. അന്യഭാഷ പറയുന്നുണ്ടോ? നല്ലത്, പക്ഷേ അത് പോരാ. കുലുങ്ങിയാൽ നല്ലത്, പക്ഷേ അത് പോരാ. നീ താഴെ വീണാൽ അത് നല്ലത്, പക്ഷേ അത് പോരാ. പിന്നെ എന്ത് വേണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൂടെ കൂടെ ഇളക്കണം. The Holy Spirit started to move him sometimes. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെയും നിൻ്റെ മക്കളെയും ഇളക്കാൻ. അതുകൊണ്ടൊരു 10 ദിവസം ഉപവാസം എടുക്കണം, 20 ദിവസം ഉപവാസം എടുക്കണം. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ ഇന്ന് കരയാൻ നീ മറന്നു പോയാൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി നീ നാളെ മറ്റന്നാൾ കരയും. അതിനിടയായി തീരരുത്. ഒരു കാട്ടുതീ, ഒരു വനത്തിലെ തീയില്ലാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഇളക്കുവാനായിട്ട്, നിൻ്റെ മകനെ ഇളക്കുവാനായിട്ട്, നിൻ്റെ ഭാര്യയെ ഇളക്കുവാനായിട്ട്, നിൻ്റെ ഭർത്താവിനെ ഇളക്കുവാനായിട്ട്, നിൻ്റെ കുടുംബത്തിലുള്ളവരെ ഇളക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, അവരെ ഒന്ന് ഇളക്കണമേ. 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശിംശോൻ്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ദുഃഖത്തിൻ്റെ ഒരു തരംഗവുമായിട്ടാണ്. 1-ാമത്തെ വാക്യം, 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്നു. തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ പല കന്യകകളെയും കാണും, കുമാരന്മാരെയും കാണും. അവൻ വന്ന് തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ നിങ്ങൾ വിചാരിക്കരുത് ഇംഗ്ലീഷാണ് നല്ലതെന്ന്. അല്ല, പലപ്പോഴും മലയാളമാണ് നല്ലത്. പലപ്പോഴും ഇംഗ്ലീഷിനേക്കാൾ. അവൻ്റെ വീക്ക്നെസ്സായിരുന്നു ഒരു സ്ത്രീ. ഞാൻ ഈ ഇടയ്ക്ക് ഒരാളിന് ഉപദേശം കൊടുത്തോ പറഞ്ഞു, നോ യുവർ വീക്ക്നെസ്. എന്താണ് നിൻ്റെ വീക്ക്നെസ്? സ്ത്രീയാണോ? എന്താണ് നിൻ്റെ വീക്ക്നെസ്? നിങ്ങൾ എൻ്റെ ഒക്കെ ചോദിക്കുക, വർഗീഷ നിൻ്റെ വീക്ക്നെസ് എന്താണ്? മുൻകോപം. അതാണ് എൻ്റെ വീക്ക്നെസ്. ഒരിക്കൽ ഡൽഹിയിൽ ഞങ്ങൾ ട്രാക്റ്റ് കൊടുക്കാൻ പോയി. എവിടെയാണ്? തിഹാർ ജയിലിൽ, കുപ്രസിദ്ധമായ തിഹാർ ജയിലിൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോയി. ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു പാസ്റ്റർ ഫിലിപ്പ് ഉണ്ടായിരുന്നു.
ഫിലിപ്പ് വന്നിട്ട് പറഞ്ഞു, പ്രഭാകരനും രണ്ടുപേരും കൂടെ വന്നിട്ട് പറഞ്ഞു, ഇനി നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അയ്യോ, ഇവിടെ ദാണ്ട് 4 പേര് പാസ്റ്റർമാർ ജയിലിൽ കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, പാസ്റ്റർമാരോ? ആ, എന്താ കാര്യം? ഭാര്യയെ തല്ലിക്കൊന്നതിന് 4 പേര്. ഞാൻ അവരുടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് മുൻകോപത്തിനകത്ത് ചെയ്തു പോയതാ. ഒരു ബാപ്റ്റിസ്റ്റുകാരൻ പാസ്റ്റർ രാജു MA കാരനാണ്. എൻ്റെ പ്രായമുള്ള മനുഷ്യനാണ്. ഞങ്ങളുടെ കാലത്തൊക്കെ MA പഠിക്കുന്നവർ വളരെ ചുരുക്കമാണ്. ഇന്ന് MA രൂപയ്ക്ക് 10 കിട്ടും. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ MA പാസ്സാകുന്ന ഒരാൾ കഷ്ടിച്ച് ഒരു കുടുംബത്തിലൊരാളേ ഉള്ളൂ. അന്നത്തെ കാലത്ത് MA പാസ്സായ എൻ്റെ പ്രായമുള്ള രാജു കിടക്കുകയാണ് ജയിലിൽ, തിഹാർ ജയിലിൽ. ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് എൻ്റെ വിചാരം. എന്താ കാര്യം? ഒരു ദിവസം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ നേഴ്സാണ്, ആശുപത്രിയിൽ നിന്ന്, ആന്ധ്രാക്കാരനാണ്. ആശുപത്രിയിൽ നിന്ന് വന്ന നേഴ്സ് ഭാര്യ രാജുവിൻ്റെ ഒക്കെ ചോദിച്ചു, രാജു മക്കളുടെ ഹോംവർക്ക് ചെയ്യിച്ചോ? ഇല്ല. അവൾക്ക് ദേഷ്യം വന്നു. അവൾ പറഞ്ഞ്, ഞാനിനിയും പാവാടയും എല്ലാം എൻ്റെ യൂണിഫോം എല്ലാം കഴുകിയിടണം, അത് കഴിയുമ്പോൾ ഞാൻ ആഹാരം വെക്കണം, അച്ഛന് വേദോസം കൊടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ പോയാൽ മതി, ഈ കുഞ്ഞുങ്ങളുടെ ഹോംവർക്ക്. രാജു ക്രിക്കറ്റ് ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജുവിന് മുൻകോപം ഒരു പ്രശ്നമായിരുന്നു. രാജുവിൻ്റെ കയ്യിലിരുന്ന ഹോക്കി സ്റ്റിക്ക് കറക്കി ഒരൊറ്റയടി അവൾ താഴെ വീണ് പെടഞ്ഞ് മരിച്ചു. എന്താണ് നിൻ്റെ വീക്ക്നെസ്? നോ യുവർ വീക്ക്നെസ്. ഈ മനുഷ്യൻ്റെ വീക്ക്നെസ്, 1, സ്ത്രീ അവൻ്റെ ഒരു വീക്ക്നെസ്സായിരുന്നു. 2, തെറ്റായിട്ടുള്ള ആളുകളെ വിശ്വസിക്കുന്നത് അവൻ്റെ ഒരു വീക്ക്നെസ്സായിരുന്നു. 3, പ്രാർത്ഥനയുടെ അഭാവം അവൻ്റെ വീക്ക്നെസ്സായിരുന്നു. ചോദിക്കാൻ പോവാ, എത്ര നേരം പ്രാർത്ഥിക്കും? വണ്ടിയെന്ന് ആരെങ്കിലും ഇടിക്കുമ്പോൾ ദൈവമേ ചതിച്ചോ എന്ന് പറയുന്നതല്ല. ഒരാളങ്ങനെ പറഞ്ഞു എൻ്റെ കൂടെ രാത്രി, എൻ്റെ ദൈവമേ ചതിച്ചു. ഞാൻ പറഞ്ഞില്ല, ദൈവം ചതിക്കത്തില്ല, നീയാ ചതിച്ചത്. ഈ മനുഷ്യൻ 2 പ്രാവശ്യമേ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുള്ളൂ. 2 പ്രാവശ്യം. ഒരിക്കൽ ദാഹിച്ചു, അന്നേരം പ്രാർത്ഥിച്ചു. 2 താൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു. അവന് മെൻറ്റോർ ഇല്ലായിരുന്നു. ഈയിടയ്ക്ക് ഒരു ദൈവദാസൻ ജയിലിൽ പോയി. അറിയാവുന്നവരും ആരാണെന്ന് പറയരുത്, ഞാൻ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ജയിലിൽ പോയി. ഞാൻ വേറൊരാളുടെ മരുപ്പച്ച എന്ന് പറയുന്ന ഒരു മാസിക തിരുവല്ലയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ എഡിറ്റർ അച്ഛൻ കുഞ്ഞ് എലന്തൂരുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ പറഞ്ഞു, അങ്കിള് പറയുന്നതൊരു വലിയ പരമാർത്ഥമാണ്. സകലർക്കും ഒരു മെൻറ്റോർ ഉണ്ടായിരിക്കണം. ചോദ്യം ചോദിക്കാൻ പോവാ, നിങ്ങൾക്കൊരു മെൻറ്റോർ ഉണ്ടോ? എന്താണ് മെൻറ്റർ എന്ന് എന്നോട് ചോദിക്കരുത്, എൻ്റെ വിഷയം അതല്ല, സമയമില്ല വിശദീകരിക്കാൻ. നിങ്ങൾക്ക് ഒരു ഉപദേശകൻ ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു മെൻറ്റോർ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ വേദനയുമായിട്ട് പോയി പറയുവാൻ, നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഈ മനുഷ്യനാരുമില്ലായിരുന്നു. നിങ്ങൾക്കൊരു യാഗപീഠമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം വേണം. ഒരു കസേരയായിരിക്കാം, ഒരു മുറിയുടെ മൂലയായിരിക്കാം. നിങ്ങൾക്കൊരു ആൾട്ടർ ഉണ്ടായിരിക്കണം. അവൻ അത്ഭുതത്തിൻ്റെ തരംഗങ്ങളിൽ നടന്നു ജീവിച്ചു, പക്ഷേ ആത്മീക വളർച്ച ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വേറൊരു വേദപുസ്തകത്തിൽ, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്, കൃപാവരത്തിൻ്റെ അഭാവം കൊണ്ടല്ല ശിംശോൻ നശിച്ചു പോയത്, സ്വഭാവ ഗുണത്തിൻ്റെ അഭാവം കൊണ്ടായിരുന്നു. He did not lack gifts, but he lacked character. ഏതാണ് വലുത്, ക്യാരക്ടറോ ഗിഫ്റ്റ്സോ? ക്യാരക്ടർ. അവൻ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇനി പറയുന്നത് കേട്ടാട്, ഒരു സ്ത്രീയെ കണ്ടു, അവിടുന്ന് ഒരു ചത്ത മൃഗത്തെ കണ്ടു, തൊട്ടു, അവന് തേനെടുത്ത് തിന്നു. ഒരു വേശ്യയെടുക്കൽ പോയി, അവന് കോപമുണ്ടായി, അവൻ പിടിവാശിയെടുത്തു, ഈ പെണ്ണിനെ എനിക്ക് കെട്ടിച്ച് തരണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തെ, ചെറുപ്പക്കാരി, ഇവനെ തന്നെ ഞാൻ കെട്ടത്തുള്ളെന്ന് പിടിവാശി എടുക്കുന്നത് നിനക്ക് നല്ലതല്ല. ഇപ്പം ചില അമ്മച്ചിമാർ വിചാരിക്കുന്നത്, അയ്യോ എൻ്റെ മോളെ കൂടെ വിളിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു, നാളെ കൊണ്ടുവരണം കേട്ടോ. ചെറുപ്പക്കാരെ, എനിക്ക് ഈ മനുഷ്യനെ തന്നെ കെട്ടണം. ചെറുപ്പക്കാരാ, എനിക്ക് ഈ പെണ്ണെ തന്നെ കെട്ടണമെന്ന് വാശിയെടുക്കുന്നത് നിനക്ക് നല്ലതല്ല. ഹല്ലേലൂയ. അവൻ പിടിവാശി എടുത്തു, ഗെറ്റ് മീ. കല്യാണം കഴിഞ്ഞിട്ടും അവൻ്റെ അഭിഷേകത്തെക്കാൾ അവന് വലുത് അവൻ്റെ ഭാര്യയായിരുന്നു. അവൻ്റെ അഭിഷേകം ഓരോ ദിവസവും നഷ്ടപ്പെടുത്താൻ ആ പെണ്ണ് ശ്രമിച്ചപ്പോഴും അവളെ പ്രീതിപ്പെടുത്തുന്നതായിരുന്നു അവൻ്റെ ഇഷ്ടം. ചോദ്യം ചോദിക്കാൻ പോവാ, നിനക്ക് ഏറ്റവും വിലപ്പെട്ടത് ഭാര്യയാണോ, അതോ ദൈവത്തിൻ്റെ കൃപയാണോ, ദൈവത്തിൻ്റെ അഭിഷേകമാണോ? നിനക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടത് നിൻ്റെ ഭർത്താവാണോ,
നിന്റെ അഭിഷേകമാണ്. നിനക്ക് ഏറ്റവും വിലപ്പെട്ടത് നിന്റെ സ്വന്തം ഇഷ്ടമാണോ? ദൈവത്തിൻ്റെ കൃപയാണോ? നിനക്ക് ഏറ്റവും വിലപ്പെട്ടത് നിന്റെ മാതാപിതാക്കളാണോ? നിന്റെ അഭിഷേകമാണോ? അഭിഷേകം നിന്റെ പ്രയോറിറ്റി നമ്പർ 1 നിന്റെ അഭിഷേകമായിരിക്കട്ടെ. ശിംശോന്റെ വീര്യപ്രവൃത്തികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1:14-6. അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നക്കരികളെ മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ തലയിൽ ഏറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നു. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു. വെറും കയ്യോടെ ഒരു ബാലസിംഹത്തെ, ഒരു യങ് ലയൺ, ഒരു ബാലസിംഹത്തെ അവൻ കീറിക്കളഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, അത്ഭുതങ്ങൾക്ക് എപ്പോഴും ഒരു തുടക്കവും വളർച്ചയും ഉണ്ടായിരിക്കണം. വലിയൊരു ദൈവദാസനായിരുന്നു ജോൺ ഓസ്റ്റിൻ. അദ്ദേഹം ഒരിക്കലും എൻ്റെ സംസാരിക്കാൻ പറഞ്ഞു, വർഗീസ് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കാരണം നിൻ്റെ അത്ഭുതങ്ങൾക്കൊരു വളർച്ചയുണ്ട്, നിൻ്റെ വിശ്വാസത്തിനൊരു വളർച്ചയുണ്ട്. നിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന ഒരു ബട്ടൺസ് വേണമെന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു പഴയ സൈക്കിൾ, അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പഴയ ജീപ്പ്, പിന്നെ ഒരു പുതിയ ജീപ്പ്. ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചുകൊണ്ട് സത്യം മെമ്മോറിയൽ ഹാൾ, അങ്ങനെ ഇവിടെ ഒരു ഹാളുണ്ട്. ഞാനവിടെ പ്രസംഗിച്ച് ഇറങ്ങി വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ വന്ന്, കൈ വേദോത്സവമൊന്നുമില്ല, എൻ്റെ മുമ്പിലിരിക്കുകയായിരുന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെ വന്ന് വെച്ച് ചോദിച്ചു, വർഗീസ് വേദോത്സവത്തിനകത്ത് ഇങ്ങോട്ട് വാക്യമുണ്ടല്ലോ, ഇവിടെ നിൽക്കുന്ന ഈ പർവ്വതത്തോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകും, നേരാന്നോ? ഞാൻ പറഞ്ഞു നേരാ. ശരി, ഞാനൊന്ന് പറയാൻ പോവാ. പിന്നെ ഞാൻ ഇന്നുവരെ അവനെ കണ്ടിട്ടില്ല. വേദപുസ്തകം കയ്യിലില്ല, വളർച്ചയ്ക്ക് ആഗ്രഹമില്ല. അവൻ്റെ ആദ്യത്തെ വിചാരം തന്നെ മല മാറ്റണമെന്നാണ്. മണൽ മാറിയില്ല, പിന്നല്ലേ മല മാറുന്നേ. നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിനൊരു വളർച്ച ഉണ്ടായിരിക്കട്ടെ. 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. 30 പേരെ അവൻ കൊന്നു. കണ്ടോ, ആദ്യം ബാലസിംഹം, പിന്നെ 30 പേരെ കൊന്നു. 3-ാമത്തെ അത്ഭുതം 15-4 മുതൽ 5 വരെ അവൻ 300 കുറുക്കന്മാരെ പിടിച്ച് 2 കുറുക്കന്മാരുടെ വാൽ ഒന്നിച്ച് കെട്ടി ഒരു പന്തം നടുക്ക് വെച്ച് തീ കത്തിച്ച് ശത്രുക്കളുടെ കൃഷിഭൂമിയിലേക്ക് വിട്ടു. എന്ന് പറഞ്ഞാൽ അവനൊരു കഠിന, നിങ്ങളൊരു 300 കുറുക്കന്മാരിവിടെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പോയി 10 പിടിച്ചോണ്ടിരാം? ഇല്ല. ഇറ്റ് നീഡ്സ് പ്ലാനിങ്. പറയുന്നത് കേട്ടാട്ടെ. ഇറ്റ് നീഡ്സ് പ്ലാനിങ് ആൻഡ് ഹാർഡ് വർക്ക്. എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലധികം ഞാൻ പ്ലാനിങ്ങിലാണ് ചിലവാക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കും. ഞാൻ വെറുതെ ഇരിക്കാത്ത മനുഷ്യനെ ഇരിക്കുമ്പോഴും ആലോചിക്കും, എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് 10 പേരെ സ്നാനപ്പെടുന്നത്, എങ്ങനെയാണ് ഒരു കെട്ടിടം പണിയുന്നത്, എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത്. പ്ലാനിങ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കല്യാണം നടത്തി. എവിടെ വെച്ചായിരുന്നു? ഒരെണ്ണം ഗുജറാത്തിലായിരുന്നു എൻ്റെ ആദ്യത്തെ കല്യാണം. 1.5 മണിക്കൂർ താമസിച്ചു. ഒറ്റ ഒരു കൊച്ചു തെറ്റ് പറ്റിയതാണ്. ഒരു കൊച്ചു തെറ്റ് പറ്റിയപ്പോഴത്തേക്ക് 1.5 മണിക്കൂർ കല്യാണം താമസിച്ചു. കാരണം പെണ്ണിൻ്റെ കൂടെ വരാനുള്ള പ്രധാനപ്പെട്ട ചിലരുടെ കാറ് വേറെ ഏതോ ഒരു പള്ളിയിലാണ് പോയി കയറിയത്. അന്ന് മൊബൈലില്ല, അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. 1.5 മണിക്കൂർ. ബാക്കിയെല്ലാം എൻ്റെ ശരിയായിട്ട് നടന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം എൻ്റെ കല്യാണം, 2ാമത്തെ കല്യാണം എൻ്റെ വീട്ടിൽ നടന്നത് എറണാകുളത്ത് വെച്ചായിരുന്നു. ആരുണ്ടായിരുന്നു? ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റയാളെ ഉള്ളായിരുന്നു, പാസ്റ്റർ സുരേഷ്, ഇവിടെയുള്ള ഹൈലൻഡ് ചർച്ചിലെ പാസ്റ്റർ. അദ്ദേഹത്തിന് ചോദിച്ചാട്ടെ, 11 മണിക്ക് കല്യാണം തുടങ്ങുമെന്ന് പറഞ്ഞു. 11:03 തുടങ്ങി. 3 മിനിറ്റേ ലേറ്റായുള്ളൂ. 1 മണിക്ക് തീരുമെന്ന് പറഞ്ഞു. 1 മണിക്ക് 7 മിനിറ്റ് മുമ്പ് അത് തീർന്നു. ഒരു കമ്പ്യൂട്ടർ പോകുന്നത് പോലെ എല്ലാം നടന്നു. കാരണം എന്താ? വി പ്ലാൻഡ്. നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ, ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ, ഒരു കുടുംബയോഗം നടക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ കോളേജിൽ അയക്കേണ്ട സമയമാകുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുക. അവരുടെ അടുത്തൊരു അപ്പച്ചൻ പറഞ്ഞു, ഭാര്യ എടുക്കാൻ പറഞ്ഞു, നീ അപ്പുറത്ത് പോടി കൂത്തിപ്പട്ടി എടുക്കുക വല്ലവരും ചോദിച്ചോ. ഇവിടെ അല്ല, അപ്പുറത്ത് ദൂരെയുള്ളൊരു സ്ഥലത്ത്. ഒന്നിച്ചിരുന്ന് ആലോചിക്കുക, പ്ലാൻ വെൽ. എന്നിട്ട് ഹാർഡ് വർക്ക്. 4-ാമത്തെ അത്ഭുതം 15-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവരെ കഠിനമായി അടിച്ചു തുടയും നടുവും തകർത്തു കളഞ്ഞു. അവനൊരു കൂട്ടത്തെ തകർത്തു. കഠിനാധ്വാനം, വെൽ പ്ലാൻഡ്. 5-ാമത്തെ അത്ഭുതം 15-14. അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി.
അവനെ കണ്ടപ്പോൾ ശത്രുക്കൾ ആർത്തുകൂപ്പി, ഇതാ വരുന്നതാ, ഇപ്പോൾ അവനെ പിടിക്കാം. അവനൊരു സാധാരണക്കാരനായിരുന്നെങ്കിലും ചിലർ വിചാരിക്കും അവൻ സാധാരണക്കാരനായിരുന്നില്ല. കാരണം നിങ്ങൾ ചില കാർട്ടൂൺ കണ്ടു കാണും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രസംഗിച്ചത് കേട്ട് കാണും, ഈ മനുഷ്യൻ വലിയ ഫയൽമാനായിരുന്നു, വലിയ മസിലുള്ളവനായിരുന്നു. അല്ല, ഇനിയും പറയുന്നത് കേട്ടാട്ടെ. അവനെ ബന്ധിക്കാനായിട്ട് ദലീലയോട് അവരുടെ ചോദിച്ചു, എവിടെയാണ് നിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അവൻ സാധാരണക്കാരനായിരുന്നു, മസിലില്ലാത്തവനായിരുന്നു. അവനൊരു സാധാരണക്കാരനായിരുന്നിട്ടും അവൻ്റെ രഹസ്യം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ്. എന്താണ് നിന്റെ രഹസ്യം? നിന്റെ ഡിഗ്രിയാണോ? എന്താണ് നിന്റെ രഹസ്യം? നീ കുലുങ്ങുന്നതാണോ? ഞാൻ കണ്ടുകൊണ്ട് ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുലുങ്ങുന്നത്. കുലുങ്ങിയാൽ നല്ലത്, പക്ഷേ സ്വയം കുലുക്കിയെന്ന് വിചാരിച്ച് ഭൂതമൊന്നും വിട്ടുപോകത്തില്ല കേട്ടോ. ചുമ്മാതാ, ഒന്നും നടക്കത്തില്ല. ഭൂതം നോക്കിയിരുന്നു ചിരിക്കുക, എന്ത് കടായി കാണിക്കുന്നത്, പടാ. ഇതെല്ലാം നിങ്ങളിനി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എവിടെയൊക്കെയാണ്? 14:6 പരിശുദ്ധാത്മാവ്, 14:19 പരിശുദ്ധാത്മാവ്, 15:14 പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായിരിക്കട്ടെ നിന്റെ ശക്തി. ഒരു വാക്യം എഴുതിയെടുക്കാൻ കൊള്ളാവുന്ന ഒരു വാക്യം, യെശയ്യാവിൻ്റെ പുസ്തകം 10:27 എഴുതിയെടുക്കാം. അറിയാൻ വയ്യാത്തവർക്ക് എഴുതിയെടുക്കാം. എന്താണ് പറയുന്നത്? പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. അഭിഷേകത്തിൻ്റെ പുഷ്ടി നിമിത്തം നിനക്ക് എത്രയും കൂടുതൽ അഭിഷേകമുണ്ടോ, ആ അഭിഷേകം കൊണ്ട് ശത്രുവിൻ്റെ, പിശാചിൻ്റെ മുഖം തകർന്നു പോകും. അതിന് നീ ചലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ കാലിട്ട് കുലുക്കുകയൊന്നും വേണ്ട, നീ തലയിട്ട് കുലുക്കുകയൊന്നും വേണ്ട. നിന്റെ അഭിഷേകത്തിൻ്റെ ശക്തി നിമിത്തം ശത്രുവിൻ്റെ മുഖം നിന്റെ മേൽ നിന്നും, നിന്റെ മക്കളുടെ മേൽ നിന്നും, നിന്റെ കുടുംബത്തിൽ മേൽ നിന്നും, നിന്റെ സഭയുടെ മേൽ നിന്നും ആകെ തകർന്നു പോകും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് കുറച്ചുകൂടെ അഭിഷേകം തരണമേ, കുറച്ചുകൂടെ അഭിഷേകം തരണമേ. 6ാമത്തെ അത്ഭുതം 15-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നു. അവൻ അവിടെ നിന്ന് അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. അവനൊരു കഴുതയുടെ പച്ചത്താടിയല് കണ്ടു, കൈ നീട്ടി എടുത്തു, അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവനൊരു പാട്ടെഴുതി. എന്താണ് പാട്ട്? കഴുതയുടെ താടിയല് കൊണ്ട് കുന്ന 1, കുന്ന 2, കഴുതയുടെ താടി കൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയല് കയ്യിൽ നിറഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമത്ത് ലേഹി എന്ന് പേരായി. അവൻ ബന്ധനം അഴിഞ്ഞു കഴിഞ്ഞുടനെ അവൻ 4 വശത്ത് നോക്കി, എന്തെങ്കിലും വേണം. കാരണം ഇവിടെ ശത്രുക്കൾ ഒത്തിരി 1000 പേര് നിൽപ്പുണ്ട്. അവൻ എന്ത് ചെയ്തു? അവൻ നോക്കി, ഒരു എല്ല് കണ്ടു. ഒരു താടിയല്ല്, കഴുതയുടെ താടിയല്ല്. അവൻ ആ കഴുതയുടെ താടിയല്ല് കണ്ടിട്ട് അതെടുത്തിട്ട് നിങ്ങൾ വിചാരിക്കണ്ടോ ഈ 1000 പേരിങ്ങനെ കഴുത്തും കാണിച്ചു കൊടുത്തു എന്നെ ഇവിടെ വെട്ടുന്നു? അല്ല, അവൻ്റെ മേൽ വന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ താടിയലിലൂടെ പ്രവർത്തിച്ച് അവരെ കൊന്നുകളഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഇനിയും പറയുന്ന മെസ്സേജ് കേട്ടാട്ടെ. നിങ്ങൾ എന്തെങ്കിലും കാണണം, എന്തെങ്കിലും നോക്കണം, എന്തെങ്കിലും കാണുന്നത് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്നെ സഹായിക്കും. അവൻ 1000 പേരെ കൊന്നു. എന്നിട്ട് അവനൊരു പാട്ടെഴുതി. ഈ മനുഷ്യൻ ഒരത്ഭുതം ചെയ്തിട്ട് 1000 പേരെ കൊന്നു കഴിഞ്ഞിട്ട് അവൻ സാവധാനത്തിലിരുന്ന് പാട്ടെഴുതുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ ഹൃദയത്തിന് കുളിർമ കൊടുത്തു. എൻ്റെ ദൈവം നിന്നെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവൻ നിനക്ക് കുളിർമ തരും. പണ്ടൊക്കെ ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ തളരുമായി. ഒരു സ്ഥലത്ത് ചെന്ന് 15 ദിവസം 16 ദിവസം മീറ്റിംഗ് നടത്തി കഴിയുമ്പോൾ ഗൾഫിൽ പോകും. ഗൾഫിൽ പോകുമ്പോൾ ദിവസം 4-5 മീറ്റിങ്ങാണ്, ചില ദിവസം 6-7 മീറ്റിംഗ് നടക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബൈയിൽ ചെന്നപ്പോൾ രാത്രി 1 മണിക്ക് വരെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാത്രി 1 മണിക്ക് 100 പേരുണ്ടായിരുന്നു. രാത്രി 1 മണി. അങ്ങനെ ക്ഷീണിച്ച് കഴിയും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷണിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ ജോൺ ഓസ്റ്റീൻ എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസേ, ദൈവത്തിൻ്റെ വേല ചെയ്താൽ അത് നിന്നെ തളർത്താൻ പാടില്ല. കാരണം വേദപുസ്തകം പറയുന്നത് എൻ്റെ മുഖം മൃദുവാണ്, എൻ്റെ മുഖം ലഘുവാണ്. അത് നിന്നെ കൊല്ലുന്നെങ്കിൽ, അത് നിന്നെ ക്ഷീണിപ്പിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ മുഖമല്ല, അത് പിശാച് തരുന്ന മുഖമാണ്. നീ എടുത്തിരിക്കുന്ന മുഖമാണ്. ദൈവത്തിൻ്റെ വേലയാണെങ്കിൽ നിനക്ക് ക്ഷീണം തോന്നത്തില്ല. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ക്ഷണിച്ചിട്ടില്ല. എനിക്ക് വയസ്സ് 64. ആളുകളുടെ ചോദിക്കും, വർഗീസ ഇപ്പോഴും ഈ രഹസ്യം എന്താണ്? പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തരുന്നതിനാൽ
ഹല്ലേലൂയ. ആ സമയത്ത് 8-ാമത്തെ അത്ഭുതം 15-17 മുതൽ 20 വരെ അവൻ ദാഹിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം അവൻ വെള്ളം കൊടുത്തു. 9-ാമത്തെ അത്ഭുതം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അവൻ പട്ടണവാതിക്കൽ ചെന്നു. 16-3 ഞാൻ വായിക്കാം. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതകം കട്ടളക്കാൽ 2 ഓടാമ്പലും കൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പട്ടണത്തിൻ്റെ വലിയ വാതിൽ രാത്രിയാവുമ്പോൾ അവർ അടച്ചു കളയും. ശിംശോൻ എഴുന്നേറ്റിട്ട് അത് മുഴുവൻ ആ വാതിലോടെ വലിച്ചു പറിച്ചു. നിന്റെ മേൽ ശക്തി വരുമ്പോൾ നിന്റെ ശക്തി കൊണ്ട് ചെയ്യാൻ ഒക്കാത്തത് ചെയ്യാനുള്ള ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കും. ചെറുപ്പക്കാരെ, ദൈവത്തിൻ്റെ കൃപ ചോദിച്ചു വാങ്ങിക്കണം. ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു വാങ്ങിക്കണം. സഹോദരിമാരെ, ദൈവത്തിൻ്റെ കൃപ ചോദിച്ചു വാങ്ങിക്കണം. വേഗത്തിൽ മുമ്പോട്ട് പോകാം. 10-ാമത്തെ അത്ഭുതം 16-ാമത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 7 ഞാണെടുത്ത് അവനെ ബന്ധിച്ചു. ദലീലയുടെ കഥയാണ്. ദലീല ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ ഒരിടത്ത് മാത്രമേ ദലീല എന്നുള്ള പേര് പറഞ്ഞിട്ടുള്ളൂ, വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് പന്ന പേരായിരുന്നു. പിന്നെ ആരും ആ പേരെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. നല്ല പേരാണ് ദലീല. പക്ഷേ അവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നത് കൊണ്ട് നിന്നെപ്പറ്റിയും എന്നെപ്പറ്റിയും അങ്ങനെ കേൾക്കുവാൻ തീരാതിരിക്കട്ടെ. അവിടേക്ക് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഒരു കാര്യം പറഞ്ഞു. അവൻ്റെ ഹൃദയ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവളെ പിടിച്ച് ബന്ധിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവൻ എഴുന്നേറ്റിട്ട് ആ ഞാണിൻ്റെ ആ കയറിനെന്ത് കട്ടിയാണെന്നറിയാം, പൊട്ടത്തില്ല. പക്ഷേ അവനത് പൊട്ടിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. പിശാച് നിന്നെ ബന്ധിച്ചിരിക്കുകയാണോ? നിൻ്റെ കൈകൾ ബന്ധിച്ചിരിക്കുകയായിരുന്നോ? പണ്ട് നീ എഴുതുമായിരുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് എഴുതുന്നില്ല? പണ്ട് നീ കൈകൊട്ടുമായിരുന്നു, ഇന്ന് എന്തുകൊണ്ട് കൈകൊട്ടുന്നില്ല? പണ്ട് നീ കാലുകൾ കൊണ്ട് നൃത്തം ചെയ്യുമായിരുന്നു, ഇന്ന് നിൻ്റെ നടപ്പിന്, നിൻ്റെ ഓട്ടത്തിന് ആരാണ് ബന്ധനം ഇട്ടിരിക്കുന്നത്? എഴുന്നേൽക്കുക, ചടകുടഞ്ഞ് എഴുന്നേൽക്കുക. നീ തീ തൊട്ട ചണനൂൽ പോലെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ നീ പൊട്ടിച്ചു കളയുക. PG വർഗീസ് അല്ല പൊട്ടിക്കുന്നത്, നീ പൊട്ടിക്കുക. 11-ാമത്തെ അത്ഭുതം 16-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദലീലയോട് പറഞ്ഞൊരു പുതിയ കയറെടുത്ത് തന്നെ കെട്ടിയാൽ. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റപ്പോൾ പുതിയ ഒരു കയറ് കൊണ്ട് അവനെ കെട്ടിച്ചിരിക്കുക. അവൻ അതും പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ പറയുന്നു, ദൈവം നിന്നെ സ്വതന്ത്രനാക്കിയാൽ ഒരു പിശാചിനും നിന്നെ ബന്ധിക്കുവാൻ സാധ്യമല്ല. ചിലരെൻ്റെയൊക്കെ പറയും, വർഗീസ് ബ്രദറെ അങ്ങോട്ട് പോകില്ല, അവിടെ പിശാചുണ്ട്. അതിന് നമുക്കെന്തോ വേണം? വേറെ പിശാച് നമ്മളെ ബാധിക്കും. ആരെ? നമ്മളെയോ? പിശാചിൻ്റെ ഒക്കെ ചോദിച്ച് ആരെയാ ബാധിക്കുന്നത്? ഞാൻ അവനെ ബാധിക്കുമോ, അവൻ എന്നെ ബാധിക്കുമോ? നീ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ പിശാച് നിന്നെയല്ല ബാധിക്കേണ്ടത്, നീയാണ് പിശാചിനെ ബാധിക്കേണ്ടത്. പിശാച് നിന്നെയല്ല ബന്ധിക്കേണ്ടത്, നീ പിശാചിനെയാണ് ബന്ധിക്കേണ്ടത്. 12-ാമത്തെ അത്ഭുതം 16-ാം അധ്യായം 13 മുതൽ 15 വരെ. 7 ജടയെടുത്ത് നൂൽപ്പാവിൽ നെയ്ത് കുറ്റിയടിച്ച് നിർത്തി. അവൻ എഴുന്നേറ്റിട്ട് അത് മുഴുവൻ വലിച്ചു പറിച്ചു കളഞ്ഞു. നിന്റെ മുടിക്കാരും പിടിച്ചു നിർത്താനൊക്കത്തില്ല, നിന്റെ കാലുകളിൽ ആർക്കും പിടിച്ചു നിർത്താനൊക്കത്തില്ല, നിന്റെ കാലുകളിൽ ആർക്കും നിന്നെ പിടിച്ചു നിർത്താനൊക്കത്തില്ല. അഥവാ നിന്നെ ആരെങ്കിലും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റിട്ട് ആ പിശാചിനെ കുളഞ്ഞു കളയുക. നിങ്ങൾ ചെയ്യണം. PG വർഗീസ് അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ 16-ാം അധ്യായം 23-ാമത്തെ വാക്യം മുതൽ. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദൈവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തങ്ങളുടെ ദൈവമായ ഓഗോൻ ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. എന്താ ഇവർ പറഞ്ഞത്? ശിംശോനെ നമ്മുടെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അല്ല, ശിംശോനെ നിങ്ങളുടെ ദൈവമല്ല നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത്, ശിംശോൻ്റെ പാപമാണ്. പാപത്തിന് വലിയ ശക്തിയുണ്ട്. നീ പറഞ്ഞേക്കാം ഒരിക്കൽ മന്ത്രവാദിയെടുക്ക പോയതേ ഉള്ളൂ, നീ പറഞ്ഞേക്കാൻ ഞാൻ ഒരിക്കൽ കഞ്ചാവ് അടിച്ചതേ ഉള്ളൂ, നീ പറഞ്ഞേക്കാൻ ഞാൻ ഒരിക്കൽ കള്ളു കുടിച്ചതേ ഉള്ളൂ, നീ പറഞ്ഞേക്കാൻ ഞാൻ ഒരിക്കൽ കള്ളം പറഞ്ഞതേ ഉള്ളൂ, നീ പറഞ്ഞേക്കാൻ ഞാൻ ഒരിക്കലേ പാപം ചെയ്തുള്ളൂ. പക്ഷേ പാപത്തിന് ശക്തിയുണ്ട്. എല്ലാവരും മിണ്ടാതായി അല്ലേ? എല്ലാവരും മിണ്ടാതായി അല്ലേ? നല്ലതാണ് മിണ്ടാതെ ആകുന്നത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു നമ്മുടെ ദൈവൻ അല്ല, ശിംശോൻ്റെ പാപം, ശിംശോൻ്റെ ഭോഷത്വം. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം വേദപുസ്തകമുള്ളവർ എടുത്ത് നോക്കിയാട്ടെ. 25-ാമത്തെ വാക്യം. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു ശിംശോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി. അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. 25-ാമത്തെ വാക്യം. അവരൊരു കാര്യം അറിഞ്ഞില്ല. 22-ാമത്തെ വാക്യം അവരറിഞ്ഞില്ല. 22-ാമത്തെ വാക്യം. അങ്ങനെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. അവരറിഞ്ഞത് പണ്ട് അവൻ്റെ തലമുടി പോയതാണ്.
അവൻ്റെ 7 ജടയുണ്ടായിരുന്നു, ആ 7 ജട നശിപ്പിച്ച് കളഞ്ഞതാണ്. നിന്റെ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ ആ മുടി കിളിച്ചത് അവരറിഞ്ഞില്ല. അവർ പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് വന്നാട്ടെ. അവരെടുക്ക് വന്നു നൃത്തം ചെയ്യാൻ. അവരറിഞ്ഞില്ല അവൻ്റെ മുടി കിളിച്ചത്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. നിന്റെ മുടി നഷ്ടപ്പെട്ടോ? എന്താണ് ആ മുടി? അഭിഷേകം. നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടോ? ഒരു പെൺകുട്ടിയുടെ മുമ്പാകെ നഷ്ടപ്പെട്ടോ? ഒരു മദ്യപാനത്തിന് മുമ്പാകെ നഷ്ടപ്പെട്ടോ? ഒരു മന്ത്രവാദിയുടെ അടുക്കൽ നഷ്ടപ്പെട്ടോ? ഒരു കൈക്കൂലി വാങ്ങിച്ചപ്പോൾ നഷ്ടപ്പെട്ടോ? ഒരു ദുർനടപ്പിൽ നഷ്ടപ്പെട്ടോ? കഞ്ചാവ് അടിച്ചപ്പോൾ നഷ്ടപ്പെട്ടോ? ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ച് നിന്റെ മുടി കിളിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ മുടി കിളിക്കട്ടെ. അവൻ്റെ അഭിഷേകം അവന് തിരിച്ചു വന്നത് അവരറിഞ്ഞില്ല. 26 വാക്യം. ശിംശോൻ തന്നെ കൈക്ക് പിടിച്ച ബാല്യക്കാരോ ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. അവർ തപ്പി നോക്കി. ഫൈൻഡ് എ ലൂപ്പ് ഹോൾ. ദർ വിൽ ബി എ ലൂപ്പ് ഹോൾ. നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്ക് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അവൻ്റെ കണ്ണ് കാണത്തില്ല, അവൻ്റെ കണ്ണ് പൊട്ടിച്ചിരിക്കുകയാണ്. അവൻ തൻ്റെ കൂടെ കൊണ്ടുപോയ കൊച്ചൻ്റെ ഒക്കെ പറഞ്ഞു, ഇവിടെ 2 തൂണുണ്ടായിരുന്നു, ഞാനൊന്ന് തപ്പി നോക്കട്ടെ. there is a loop hole, let me feel it. പിശാചിനെ തോൽപ്പിക്കുവാൻ നിനക്കൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. അവൻ തപ്പി നോക്കി. അവിടെ 3000 പേരുണ്ടായിരുന്നു. എത്രയും കൂടുതൽ ആളുകൾ നിനക്കെതിരായിട്ട് വരുന്നു, അത്രയും നിനക്ക് നല്ലതാ. വലിയ ഒരത്ഭുതം നടക്കാൻ പോകുന്നു. 30 പേര് വന്നപ്പോൾ ഒരത്ഭുതം, 1000 പേര് വന്നപ്പോൾ വേറൊരത്ഭുതം, 3000 പേര് വരുമ്പോഴും അവരുടെ മധ്യത്തിൽ ഒരത്ഭുതം നടത്തുന്ന വലിയവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. 28 വാക്യത്തിൽ അവൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇംഗ്ലീഷിൽ നോക്കി 33 വാക്കിലായിരുന്നു ഒരു പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചത്. മലയാളത്തിൽ ഞാൻ നോക്കി 20 വാക്കേ ഉള്ളൂ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഞാൻ എൻ്റെ ഈ വാച്ച് വെച്ചോണ്ട് ഞാൻ എൻ്റെ ആ പ്രസംഗം ഈ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. എത്ര സമയമെടുക്കും? 11 സെക്കൻഡ്. 20 വാക്കിലെ ഒരു പ്രാർത്ഥനയുടെ ദൂരത്തിലായിരുന്നു ദൈവം അവനിൽ നിന്നും. ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്കപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ശിംശോനെ പ്രാർത്ഥിക്കുക, അഭിഷേകം പോയവനെ പ്രാർത്ഥിക്കുക, മർത്തോമക്കാരെ പ്രാർത്ഥിക്കുക, യാക്കോബക്കാരെ പ്രാർത്ഥിക്കുക, കത്തോലിക്ക പ്രാർത്ഥിക്കുക, ബ്രദറുകാരെ പ്രാർത്ഥിക്കുക, പെന്തിക്കോസ്തുകാരെ പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ ഒരു കൊച്ചു പ്രാർത്ഥനയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. 28 വാക്യം. അവൻ്റെ പ്രാർത്ഥന തെറ്റി. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യണം. ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണം. നമ്മുടെ പ്രാർത്ഥന തെറ്റിപ്പോകരുത്. ഈ മനുഷ്യൻ്റെ അവൻ പറഞ്ഞു, കർത്താവേ, ഈ ഒരിക്കൽ മാത്രം. പിന്നെ അടുത്ത പ്രാവശ്യമോ? അവൻ പ്രാർത്ഥിച്ചതുപോലെ ഭോഷത്വത്തിൻ്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കട്ടെ. കർത്താവേ, ഈ ഒരിക്കലല്ല, കഴിഞ്ഞ പ്രാവശ്യം 30 പേരുടെ ശത്രുക്കളായിട്ട് മുമ്പാകെ വന്നപ്പോൾ നീ എന്നെ സഹായിച്ചതുപോലെ ഇപ്രാവശ്യവും അടുത്ത പ്രാവശ്യവും സഹായിക്കണമേ, അതിനടുത്ത പ്രാവശ്യവും സഹായിക്കണമേ. ഭോഷത്വത്തിൻ്റെ വാക്കുകൾ നീ പറയാതിരിക്കുക. അവൻ ഭോഷത്വത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ഒരു വാക്യ തെറ്റിപ്പോയി. ഈ ഒരിക്കൽ മാത്രം പോരാ. എപ്പോഴും 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 പ്രതീക്ഷയോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി മരിച്ചാൽ എന്തു ചെയ്യും? വിചാരിക്കുക, രോഗികൾ വരികയാണ്. എൻ്റെ ആദ്യം ഒരു അമ്മച്ചി വന്ന് ചാവാറായി. പ്രാർത്ഥിക്കാൻ നിൽക്കുക. ബ്രദറെ പ്രാർത്ഥിക്കേ, എനിക്ക് തീരെ വയ്യ ബ്രദറെ, ഞാൻ ഇപ്പം പോവും. ഞാൻ പ്രാർത്ഥിച്ചു. ആ സഹോദരി അവിടോട്ട് വീണങ്ങ് ചത്താൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞുതരാം എന്തോ ചെയ്യുന്നു. ഞാൻ പതുക്കെ ആ സഹോദരിയുടെ ശവത്തിന് അപ്പുറത്തോട്ട് കാല് വെച്ചിട്ട് അടുത്ത ആൾ വന്നാട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഒരു മരണം പ്രാർത്ഥനയിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തത്തില്ല. ഒരു പരാജയം എൻ്റെ പ്രാർത്ഥനയിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തത്തില്ല. കാരണം ശിംശോന്റെ മഠയത്തരം എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ഈ ഒരിക്കലല്ല, എപ്പോഴും എപ്പോഴും അത്ഭുതങ്ങൾ ചറവറ നടക്കട്ടെ. ഹല്ലേലൂയ. അവൻ്റെ ഭോഷത്വത്തിൻ്റെ വാക്കാണ് മരണം അവനെ വിളിച്ചു വരുത്തിയത്. നിങ്ങൾക്കറിയാമോ അവൻ എന്താ പ്രാർത്ഥിച്ചെന്ന്? 28. കർത്താവായ യഹോവനെ ഓർക്കണമേ. ദൈവമേ, ഞാൻ ഈ 2 കല്ലിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യണം. ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണ്, ഒരു വലം കൈയുണ്ട്, മറ്റേ ഇടം കൈയുണ്ട്. ശിംശോൻ പിടിച്ചു അവയോട് ചാരി, ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ മരിച്ചുപോയി. എന്തുകൊണ്ടാണ് ശിംശോൻ മരിച്ചതെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ആ കെട്ടിടം വീണിട്ടല്ല അവൻ മരിച്ചത്, അവൻ പറഞ്ഞ വാക്കുകൊണ്ട് അവൻ മരിക്കുകയായിരുന്നു. നിനക്ക് വേണമെങ്കിൽ പറഞ്ഞു മരിക്കാം. നിനക്ക് വേണമെങ്കിൽ പറഞ്ഞു നിൻ്റെ ഭാര്യയെ കൊല്ലാം.
നിനക്ക് വേണമെങ്കിൽ ശപിച്ച് നിന്റെ ഭർത്താവിനെ കൊല്ലാം, നിനക്ക് വേണമെങ്കിൽ ശപിച്ച് നിന്റെ കുടുംബത്തെ നശിപ്പിക്കാം. കേട്ടോ സഹോദരി പറഞ്ഞത്? പലരും ഭോഷത്വത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. മുടിഞ്ഞു പോട്ടെ ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് ഭ്രാന്താലയത്തിൽ പോയി എന്തുവാ പറഞ്ഞേ? ഭ്രാന്താലയത്തിൽ പോയി താമസിക്കുന്നതാണോ നല്ലത്? നാളെ ഭ്രാന്താലയത്തിൽ നിന്റെ ഭർത്താവിനെ കാണാൻ പോകാൻ നിനക്കിട വരാതിരിക്കട്ടെ. ഭ്രാന്താലയത്തിൽ നിന്റെ ഭാര്യയെ കാണുവാൻ പോകുവാൻ നിനക്കിട വരാതിരിക്കട്ടെ. ഭ്രാന്താലയത്തിൽ നിന്റെ മക്കളെ കാണുവാൻ പോകുവാൻ നിനക്കിട വരാതെ ഇരിക്കട്ടെ. പോയാൽ ഞാൻ അത്ഭുതപ്പെടത്തില്ല, കാരണം നീ ചോദിച്ചു വാങ്ങിച്ചതാണ്. അവൻ പറഞ്ഞു, ഞാൻ മരിച്ചു പോകട്ടെ, ഞാൻ ഫെലിസ്ത്യരോട് മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു ഭോഷത്തിൻ്റെ വാക്ക് പറഞ്ഞു മരണം വിളിച്ചു വരുത്തി. അവന് വേണമെങ്കിൽ ഒരത്ഭുതമായിട്ട് ജീവിക്കാമായിരുന്നു, അത്ഭുതമായിട്ട് മരിക്കാമായിരുന്നു. സമയമെന്ന് പറയാൻ, അമേരിക്കയിൽ ഒരു ദൈവദാസൻ മദ്യപാനിയായി. അദ്ദേഹം മരിച്ചു, ഒരു ആക്സിഡൻറ്റിനകത്ത് മരിച്ചതാണ്. അയാളുടെ ശവം ഒരു കൊട്ടയ്ക്കകത്ത് പെറുക്കിയിട്ട് ഒരു കാറിനകത്ത് കൊണ്ടുപോവുകയാണ്. അയാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുടന്തന്മാർ നടന്നിട്ടുണ്ട്, കുരുടന്മാർ കണ്ടിട്ടുണ്ട്. ഭയങ്കര അത്ഭുതം നടന്നൊരു മനുഷ്യൻ, പേര് ഞാൻ പറയത്തില്ല. അദ്ദേഹത്തിൻ്റെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മുടന്തൻ ചെന്ന് ചോദിച്ചു, ഇന്ത്യയെ ഉപദേശി പറഞ്ഞു അയാൾ ഇപ്പം മരിച്ചതേ ഉള്ളൂ, അയാളുടെ ശരീരം ആ കാറിനകത്ത് കൊണ്ടുപോകുക. ആ മുടന്തൻ ചാടി ചെന്നിട്ട് കാറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്നെ സുഖമാക്കുന്നതിന് മുമ്പേ പോവുകയാണോ? ആ മനുഷ്യൻ സൗഖ്യമായി. ആ ശവത്തിനകത്ത് പോലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. എന്തുകൊണ്ടാണ്? കാരണം അവൻ്റെ വിശ്വാസം. ഒരു പരാജയമായിട്ട് മരിക്കാൻ നിനക്കിടയായി തീരരുത്. ബി എ വിക്ടർ, ഡൈ ആസ് എ വിക്ടർ, ലിവ് ആസ് എ വിക്ടർ. ഹല്ലേലൂയ. ഭോഷത്തിൻ്റെ വാക്ക് പറഞ്ഞു പോയോ? ക്ഷമ ചോദിക്കുക. ഭാര്യയെ ശപിച്ചു പോയോ? ക്ഷമ ചോദിക്കുക. ഭർത്താവിനെ ശമിച്ചു പോയോ? ക്ഷമ ചോദിക്കുക. മക്കളെ ശപിച്ചു പോയോ? ഭോഷത്വത്തിൻ്റെ വാക്ക് പറഞ്ഞു പോയോ? ക്ഷമ ചോദിക്കുക. തലയിൽ കൈവച്ചവരെ അനുഗ്രഹിക്കുക. നിന്റെ അത്ഭുതം വാക്കുകളാൽ നിർത്തരുത്. മരണം വാക്കുകളാൽ വിളിച്ചു വരുത്തരുത്. ശാപം വാക്കുകളാൽ വിളിച്ചു വരുത്തരുത്. പരാജയം വാക്കുകളാൽ വിളിച്ചു വരുത്തരുത്. കഷ്ടവും നഷ്ടവും ദാരിദ്ര്യവും പട്ടിണിയും ഭോഷത്വത്തിൻ്റെ വാക്കുകളാൽ വിളിച്ചു വരുത്തരുത്. അഥവാ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട്, എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ ഭാര്യയെ അറിയാതെ ശപിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ. അന്നാമേ, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നീ ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കാം, ആരോഗ്യവതിയായിട്ട് ജീവിച്ചിരിക്കും. നീ നല്ല അമ്മയെ അനുഗ്രഹിക്കുക. അനുഗ്രഹം വിളിച്ചു വരുത്തുക. വീടിന് വേണ്ടി അനുഗ്രഹം വിളിച്ചു വരുത്തുക. വാഹനത്തോട് അനുഗ്രഹം വിളിച്ചു വരുത്തുക. 29-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും, ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു. കുച്ചിനോ കരോ, എന്തെങ്കിലും ചെയ്യണം. അവൻ അവിടെ ഇരുന്ന് തൂണ് കണ്ടുപിടിച്ചിട്ട് അതിനങ്ങോട്ട് ചാരി, അതിനെ അങ്ങോട്ട് തള്ളി ആ കെട്ടാൻ താഴെയിട്ടു. എന്തെങ്കിലും ചെയ്യണം. നിന്റെ കുടുംബത്തിന് രക്ഷ വേണമെങ്കിൽ, നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ചെല്ലമ്മ സിസ്റ്ററുണ്ട്. എവിടുത്തുകാരിയാണ് എനിക്ക് ശരിയായിട്ട് അറിയത്തില്ല. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ എവിടെയോ ആണ്. പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളതാണ്. ആ സഹോദരി, ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ ഡൽഹി സഭയിൽ ഞാൻ പ്രസംഗിച്ചു. കുച്ചിനോ വേറൊരു വിഷയമായിരുന്നു. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആ സഹോദരി വന്ന് പറഞ്ഞു, ബ്രദറിൻ്റെ പ്രസംഗം, അങ്കിളിൻ്റെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്കിളിൻ്റെ പ്രസംഗം കേട്ടുമ്പോൾ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അനിയൻ എൻ്റെയൊക്കെ പറഞ്ഞു, എൻ്റെ സ്വന്തം ആങ്ങളെ എൻ്റെയൊക്കെ പറഞ്ഞു, അമ്മാമ്മേ ചേച്ചി, ഇവിടെ ഒരു പുരയിടം വിൽക്കാനുണ്ട്, പക്ഷേ എൻ്റെ വാങ്ങിക്കാൻ രൂപയില്ല. ആ സഹോദരി എന്തെടുത്തെന്നറിയാമോ? എൻ്റെ പ്രസംഗം എല്ലാ ആഴ്ചയും കേൾക്കുന്നതാണ്, എൻ്റെ TV പ്രസംഗം കേൾക്കുന്നതാണ്. ആ സഹോദരി അവിടെ ഉണ്ടായിരുന്നു. ഒരു കുപ്പി എണ്ണ എടുത്തുകൊണ്ട് അവിടോട്ട് ചെന്നിട്ട് ഈ പുരയിടത്തിന് ചുറ്റും നടന്നിട്ട് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഈ പുരയിടത്തിനകത്ത് ചുറ്റും ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ആങ്ങളെ ചോദിച്ചു, നീ എന്തുവാടി ചെയ്യുന്നേ? അന്നേരം പറഞ്ഞു, എൻ്റെ ഉപദേശി PG വർഗീസ് പഠിപ്പിച്ചതാണ്, ഈ പുരയിടം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിലയ്ക്ക് വാങ്ങിക്കുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അവനത് വിലയ്ക്ക് വാങ്ങിച്ചു, പൈസ ഇല്ലാതെ. വേറൊരു സഹോദരനുണ്ട്, അജിത്ത്. ഇവിടെ ഉണ്ടോ? ഒറ്റ പൈസയും ഇല്ലാതെ ഒരു വീട് വാങ്ങിച്ചേ. അജിത്ത് ബ്രദർ എവിടെ? വാ ഇങ്ങോട്ട് വാ. ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഇത്രയും പേര് നോക്കിയിരിക്കുമ്പോൾ ഞാൻ വല്ലതും ചെയ്യും. എത്ര രൂപ ഉണ്ടായിരുന്നു വീട് വാങ്ങിക്കാൻ നേരം? 10 രൂപ പോലും ഇല്ലായിരുന്നു. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു? 10 ലക്ഷം രൂപ. 10 രൂപ പോലും ഇല്ലാതെ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങിച്ചു. വിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചുമ്മാതെ ഫിലോസഫി പറയുകയല്ല കേട്ടോ, ദൈവത്തിൻ്റെ തത്വം പറയുകയാണ്. എന്തെങ്കിലും ചെയ്യുക. ഈ മനുഷ്യൻ കുനിഞ്ഞു, അവൻ അതിനെ തള്ളി.
അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നത് 1000 പേരെ ആയിരുന്നെങ്കിൽ അവൻ മരിക്കാൻ നേരം ചെയ്തത് 3000 പേരെ കൊന്നു. എൻ്റെ സമയം തീരുന്നു. അവസാനത്തെ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. അവൻ്റെ സഹോദരന്മാരും പിതൃഭവനമൊക്കെയും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്കേയാലിനും മധ്യേ അവൻ്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. എനിക്ക് മനസ്സിലാക്കാനൊക്കാത്ത ഒരു വലിയ കാര്യം ഞാനിവിടെ കണ്ടു. അന്നത്തെ കെട്ടിടം, ഞാൻ ആ കെട്ടിടം ആ കെട്ടിടമല്ല അതുപോലത്തെ കെട്ടിടം കണ്ടിട്ടുണ്ട്. ജോർദാനിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെയൊക്കെ വലിയ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളെയൊക്കെ മുകളിലുള്ള കല്ലുകൾ ആ സിമെൻറ്റിന് പകരം ഇട്ടിരിക്കുന്നത് വലിയ സ്ലാബുകൾ. ആ സ്ലാബുകൾക്ക് ഏകദേശം 8 അടി വീതി, 15 അടി നീളം, 1 അടി ഘനമുള്ള വലിയ പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾ നിരത്തിയിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ തൂണുകളിൽ അവൻ ചാരി നിന്നുകൊണ്ട് തെള്ളി നീക്കിയപ്പോൾ അതിന് താഴെ വീണു. അതിനകത്ത് 3000 പേര് മരിച്ചു. എന്നിട്ട് അവസാനത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ സഹോദരന്മാർ വന്നവനെ കുഴിച്ചിട്ടു. എനിക്ക് മനസ്സിലായില്ല. എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ 8 അടി വീതി, 15 അടി നീളം, 1 അടി കനത്തിലുള്ള വലിയൊരു പാറക്കല്ല് വന്ന് വീണാൽ അതിനടിയിൽ 10 പേരുണ്ടെന്ന് വിചാരിച്ചു. അടുത്ത കല്ലിനടിയിൽ 15 പേരുണ്ടെന്ന് വിചാരിച്ചു. ശിംശോൻ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാകും? പറയുന്ന കേട്ടാണ്. അവൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ വന്നു പറഞ്ഞു, നമ്മുടെ സഹോദരനെ നമുക്ക് കൊണ്ടുപോയി കുഴിച്ചിടണം. അവനൊരു കുരുത്തക്കേടൊക്കെ കാണിച്ചെങ്കിലും അവൻ ദൈവത്തിൻ്റെ ദാസനായിരുന്നല്ലോ, ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്നുവല്ലോ, അതുകൊണ്ട് ഞാൻ അവനോട് കരുണ കാണിക്കും. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ വന്നിട്ട് ആദ്യത്തെ കല്ലെടുത്ത് മാറ്റി. അവരെല്ലാവരും കൂടെ പറഞ്ഞു, പിടിച്ചടാ, ഇതൊന്ന് മാറ്റിക്കടാ, ഇങ്ങോട്ട് മാറ്റിക്ക, പിടിച്ചടാ. എല്ലാവരും കൂടെ പിടിച്ചു. ഏലോം ഏലോം ഏലേലോം മാറ്റിയിട്ടു. നോക്കി എത്ര പേരുണ്ട്? 13 പേര്. നോക്കി നമ്മുടെ അനിയൻ ഇവിടെ ഉണ്ടോ നോക്കിയായിട്ട് നമ്മുടെ സഹോദരനുണ്ടോ ശിംശോൻ? ഇല്ല. അടുത്ത കല്ല് വേടാ, പിടിക്കടാ. എല്ലാവരും കൂടെ ഒന്ന് പിടിച്ചോ. ഏലോം 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 ഏലോം. നോക്കി എത്ര പേരുണ്ട്? 23 പേര്. ഇതിനടിയിലുണ്ടോടാ നമ്മുടെ സഹോദരൻ? ഇല്ല. അവരെല്ലാവരും കൂടെ കല്ല് മാറ്റി നടന്നു. അവസാനം ഒരു കല്ല് അവർ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും കൂടെ പിടിച്ചേ. ഒന്നിച്ച് പിടിക്കാം, ആഞ്ഞു പിടിക്കാം. ഏലോം ഏലോം ഏലോം. ആണ്ടാ നമ്മുടെ സഹോദരൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെ അറിയാം ഇത് ശിംശോനാണെന്ന്? ഇത്രയും വലിയൊരു കല്ല് വന്ന് വീണാൽ എങ്ങനെയാണോ പപ്പടം പൊടിയുന്നത് അതുപോലെല്ലാം പൊടിഞ്ഞു കിടക്കുക. ഇതിനകത്തൊരുത്തൻ്റെ സഹോദരനാണെന്ന് എങ്ങനെ മനസ്സിലാകും? ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. 3000 പേര് മരിച്ചത് മരണഭയം കൊണ്ടായിരുന്നു. അവരുടെ മുഖത്തെല്ലാം ഭീതി നിറഞ്ഞു നിൽക്കുക. അതിനിടയിൽ ഒരുത്തൻ ചിരിച്ചുകൊണ്ട് മരിച്ചു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ ദൈവം എന്നെ ഒരു പരാജയമായി മരിക്കുവാൻ അനുവദിച്ചില്ല. ഇതാ അവൻ എന്നെ മാന്യനാക്കി. അവൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരിച്ചു. നിനക്കൊരു പരാജയമായി മരിക്കണമെന്നില്ല. നീ ഒരു കഷ്ടതയിൽ മരിക്കണമെന്നില്ല. നീ ഒരു ദുഃഖപുത്രനായി മരിക്കണമെന്നില്ല. ഞാൻ ഇനി പറയുന്നത് കേട്ടാട്ടെ. ശിംശോനെ പോലെ ചിരിച്ചുകൊണ്ട് മരിക്കേണ്ട ആവശ്യമില്ല. ശിംശോനെ പോലെ ചിരിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാം. ശിംശോൻ ചിരിച്ചുകൊണ്ട് മരിച്ചു, നിനക്ക് ചിരിച്ചുകൊണ്ട് ജീവിക്കാം. എങ്ങനെ? ദൈവത്തോട് നിലവിളിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ തെറ്റുകളെ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ അപരാധങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന ഒരിക്കലൂടെ. ദൈവം നിന്നിൽ നിന്ന് എത്ര ദൂരെയാണെന്നറിയാമോ? ഒരു കൊച്ചു പ്രാർത്ഥനയുടെ അപ്പുറത്താണ്. 11 സെക്കൻഡ് നേരത്തെ ഒരു പ്രാർത്ഥനയുടെ അപ്പുറത്താണ്. ആര് പറയും എനിക്ക് മരിക്കാനല്ലേ ആഗ്രഹം? എനിക്ക് ജീവിക്കാനാണ് ആഗ്രഹം. എനിക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാനല്ലേ ആഗ്രഹം? ചിരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ആഗ്രഹം. ആര് പറയും എൻ്റെ കർത്താവേ, ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ കണ്ണുനീര് തുടയ്ക്കണമേ? ആര് പറയും? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആര് പറയും എനിക്ക് ചിരിച്ചുകൊണ്ട് ജീവിക്കണം? യേശുവേ, ചിരിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആര് പറയും? അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ. ഞാൻ ചിരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കരഞ്ഞുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നു മുതൽ ഞാൻ ചിരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ദുഃഖസംഗീതമായി അവസാനിക്കുവാൻ, അന്തരീക്ഷത്തിൽ ലയിച്ചു തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു വിജയഗാഥയായിട്ട് അവസാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞാൻ മനസ്സാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കൈ ഉയർത്താം. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഞാനൊരു പരാജയമായി മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാൻ ചിരിച്ചുകൊണ്ട് ഒരു വിജയഗാഥയായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശിംശോൻ ചിരിച്ചുകൊണ്ട് മരിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് ഇന്നു മുതൽ ജീവിക്കുമെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നെഞ്ചത്ത് കൈവച്ചാട്ടെ. ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാട്ടെ. യേശുവേ പറഞ്ഞാട്ടെ. യേശുവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഇതുവരെ ചെയ്ത സകല പാപങ്ങളും എൻ്റെ കർത്താവിനോട് ക്ഷമിക്കണം. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകത്തില്ല. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാൻ ഇന്നു മുതൽ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. യേശുവേ പറഞ്ഞാട്ടെ. യേശുവേ, നിന്റെ തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ. യേശുവേ, ഇന്നു മുതൽ ഒരു ദൈവപൈതലായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.